കരമുയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്താം. ഇന്ന് രാത്രിയിലെ തിരുവചന ചിന്തയ്ക്ക് അടിസ്ഥാനമായിട്ട് വായിച്ചത് ഏവർക്കും പരിചിതമായ ചില വേദഭാഗമാണ്. എബ്രായ ലേഖനം 9-ാം അധ്യായത്തിൻ്റെ 24 മുതൽ 28 വരെയുള്ള തിരുവെടുത്തുകൾ. ഈ വാക്യത്തിനെ അടിസ്ഥാനമാക്കി ഒന്ന് രണ്ട് കാര്യങ്ങൾ ഇന്ന് രാത്രി തിരുവചനത്തിൽ നിന്ന് ചിന്തിക്കാം. ഈ തിരുവെടുത്ത് പുതിയ നിയമത്തിലെ 21 ലേഖനങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ലേഖനമാണ്. നമുക്കറിയാം എബ്രായ ലേഖനം. ദൈവത്തിൻ്റെ മഹത്വം. എബ്രായ ലേഖനം പൗലോസിനാൽ എഴുതപ്പെട്ട ലേഖനമാണ്. പൗലോസ് എഴുതിയതല്ലെന്ന് വാദിക്കുന്ന, ശഠിക്കുന്ന, സ്ഥാപിക്കാൻ തുനിക്കുന്ന ധാരാളം ആൾക്കാരുണ്ട്. ഇപ്പം തർക്കത്തിനൊന്നും കൂടുന്നില്ല. ഇത് പൗലോസ് എഴുതിയ ലേഖനമാണ്. ഇപ്പോഴത്തെ പുതിയ ഈ പഠിപ്പീരുകാർ ചിലർ, എല്ലാവരുമല്ല, ചിലർ പറയാറുണ്ട് ഇങ്ങനെയുണ്ട് അങ്ങനെയുണ്ട്, നിങ്ങൾക്ക് എങ്ങനെ വേണേലും അങ്ങനെയൊന്നും വല്ലത് ഇങ്ങനെ തന്നെ. അപ്പൊ അതുകൊണ്ട് ഈ ലേഖനം ധന്യനായ പൗലോസിനാൽ എഴുതപ്പെട്ട ലേഖനമാണ്. ഇതിൻ്റെ അധ്യായങ്ങളെ, അധ്യായത്തിൻ്റെ ഘടനകള്, ഭാഷകള്, പ്രയോഗങ്ങള്, അതിൻ്റെ ശൈലി മാത്രമല്ല പഴയ നിയമത്തിലെ വേദസൂക്തങ്ങൾ എടുത്ത് അത് അടുക്കടുക്കായിട്ട് വിഷയാധിഷ്ഠിതമായി ഈ പുസ്തകത്തിൽ രേഖപ്പെടുത്തി കൊടുത്തിരിക്കുന്നത് കൊണ്ടും മാത്രമല്ല ന്യായപ്രമാണത്തെപ്പറ്റി അഗാധ പാണ്ഡിത്യമില്ലാത്ത ഒരാൾക്ക് എബ്രായ ലേഖനം എഴുതുവാനും അസാധ്യമാണ്. വേദപണ്ഡിതാക്കൾ ചിലർ പറയുന്നത് പുതിയ നിയമത്തിലെ ലേവ്യ പുസ്തകമാണ് എബ്രായ ലേഖനമെന്ന. ഈ എബ്രായ ലേഖനത്തെ പറ്റി പഠിക്കുമ്പോൾ എല്ലാവർക്കും ഒന്നും ഈ ലേഖനം വലിയ തൃപ്തിയല്ല, മിക്കവരും വായിക്കത്തുമില്ല. പിന്നെ എബ്രായ ലേഖനത്തിൽ നമുക്കെല്ലാം വളരെ പരിചിതമായ 2 അധ്യായമാണ്, 11ഉം 12ഉം. അതിവിടെ ഇരിക്കുന്ന എല്ലാവർക്കും അറിയാം. ഈ മാന്യ സഹോദരിമാരോടൊക്കെ ചോദിച്ചാൽ അതിലെ വാക്യങ്ങൾ നല്ല മണിമണിയായിട്ട് പറയും. ആകയാൽ സാക്ഷികളുടെ ഇത്ര വലിയ സമൂഹം ഒക്കെ നമുക്കറിയാം. വിശ്വാസം എന്നത് ആശിക്കുന്നതിൻ്റെ അത് മുഴുവൻ ആൾക്കാർക്ക് പറയാം. അപ്പൊ ആകെ കൂടെ എബ്രായ ലേഖനത്തിൽ മിക്കവർക്കും പരിചിതമായത് 11-12 അധ്യായമാണ്. 11-ാം അധ്യായം വിശ്വാസവീരന്മാരുടെ പട്ടിക. 12-ാം അധ്യായത്തിലേക്ക് വരുമ്പോഴും അതിനോട് ചേർന്നുള്ള സംഭവങ്ങളാണ്. എന്നാൽ ഇതിനകത്ത് മിക്ക അധ്യായങ്ങളും ഈ 1 മുതൽ 6 വരെയുള്ള അധ്യായം പഠിച്ചാൽ ന്യായപ്രമാണത്തിലെ അല്ലെങ്കിൽ പഴയ നിയമ ആലയത്തോട് ബന്ധപ്പെട്ടുള്ള ആരാധന, യാഗങ്ങള്, ഉത്സവങ്ങള്, അല്ലെ പെരുന്നാളുകള്, അതിൻ്റെ ചുട്ടവട്ടങ്ങളൊക്കെയാണ്. അതുകൊണ്ട് എല്ലാവർക്കും ഇത് വലിയ താല്പര്യവുമില്ല, മിക്കവരും വായിക്കാറുമില്ല. ആ ഭാഗത്തേക്കൊന്നും പോകുന്നില്ല. അപ്പോൾ ഈ ലേഖനം വളരെ ഈടുറ്റ ആഴമേറിയ ലേഖനമാണ് എബ്രായ ലേഖനം. നമുക്കറിയാം എല്ലാ ഭാഗത്തേക്കും ഇന്ന് പോകുന്നില്ല, സമയത്തെയും കൂടെ കണക്കിലെടുത്താം. ദൈവത്തിന് മഹത്വം. ഈ 9-ാം അധ്യായം പഠിച്ചു വരുമ്പോൾ 2 കൂടാരങ്ങളെ പറ്റിയാണ് അതിനകത്ത് പ്രധാന വിഷയം. 2 കൂടാരങ്ങൾ. ഒന്ന് ഈ ഭൂമിയിലെ ദൈവാലയം അല്ലെങ്കിൽ കൂടാരം, 2 സ്വർഗത്തിലുള്ള കൂടാരം. 2ന്റെ താരതമ്യ പഠനമുണ്ട്, അതിലേക്ക് ഇപ്പോൾ പോകുന്നില്ല. ഒരു വാക്യം മാത്രം വായിച്ച ദൈവദാസി 9-ാം അധ്യായം 1-ാം വാക്യം. എന്നാൽ ആദ്യ നിയമത്തിനും ആരാധനയ്ക്കുള്ള ചട്ടങ്ങളും ലൗകികമായ വിശുദ്ധ മന്ദിരവും ഉണ്ടായിരുന്നു. അടുത്തത് ഒരു കൂടാരം ചമച്ചു. അതിന്റെ ആദ്യ ഭാഗത്ത് നിലവിളക്കും മേശയും കാഴ്ചയപ്പവും ഉണ്ടായിരുന്നു. അതെ, എല്ലാ ഭാഗങ്ങളും എടുക്കുന്നില്ല. ഈ ആദ്യത്തെ കൂടാരം ലൗകികമാണ്. എന്നാൽ രണ്ടാമത്തതിനെ പറ്റി ഒരു പരാമർശം അതിന്റെ 11-ാം വാക്യം ഒന്ന് വായിക്കാം. ക്രിസ്തുവോ വരുവാനുള്ള നന്മകളുടെ മഹാപുരോഹിതനായി വന്നിട്ട് കൈപ്പണിയല്ലാത്തതായി എന്ന് വെച്ചാൽ ഈ സൃഷ്ടിയിൽ ഉൾപ്പെടുത്താതായി വലിപ്പവും തികവുമേറിയ ഒരു കൂടാരത്തിൽ. അപ്പോൾ ഈ ഭൂമിയിലെ കൂടാരം താരതമ്യ പഠനമാ. ഭൂമിയിലെ കൂടാരം ലൗകികമാണ്. എന്നാൽ വേറൊരു കൂടാരം അത് ആരും പണിയാത്തതാ, മനുഷ്യരാരും പണിതതല്ല. അങ്ങനെ ഒത്തിരി താരതമ്യ പഠനമുണ്ട്, അതിലോട്ട് പോകുന്നില്ല. ദൈവത്തിന് മഹത്വം. ഈ കൂടാരത്തിൽ നടക്കുന്ന ശുശ്രൂഷ എത്ര ചെയ്തിട്ടും പാപത്തിന് പരിഹാരമില്ല, കൂടെ കഴിച്ചുകൊണ്ടിരിക്കുക. എന്നാൽ യേശു ക്രിസ്തു അവൻ പൂർണ്ണ പരിഹാരം വരുത്തി സ്വർഗീയ കൂടാരത്തിലോട്ട് പോയി. ഇതൊക്കെയാ ഈ അധ്യായത്തിലെ പ്രധാനപ്പെട്ട വിഷയം. അങ്ങോട്ട് പോകുന്നില്ല. ഇന്ന് രാത്രി വായിച്ച തിരുവെടുത്തിനെ അടിസ്ഥാനമാക്കി 9-ാം അധ്യായത്തിൻ്റെ 24 മുതൽ 28 വരെയുള്ള തിരുവെടുത്ത് പഠിക്കുമ്പോൾ ഇങ്ങനെ ചിന്തിക്കുന്നതാണ് നല്ലത്. ഇവിടെ ഈ വേദഭാഗങ്ങളിൽ യേശു ക്രിസ്തുവിൻ്റെ 3
പ്രത്യക്ഷത. അതാണ് ഈ ഭാഗത്ത് യേശു ക്രിസ്തുവിൻ്റെ 3 പ്രത്യക്ഷത ഈ ഭാഗത്തോടുള്ള ബന്ധത്തിൽ. ഒന്നാമത്തെ പ്രത്യക്ഷത 26-ാം വാക്യം 26. അങ്ങനെയായാൽ ലോകസ്ഥാപനം മുതൽക്ക് അവൻ പലപ്പോഴും കഷ്ടം അനുഭവിക്കേണ്ടിയിരിക്കുന്നു. അടുത്തത്, എന്നാൽ അവൻ ലോകാവസാനത്തിൽ സ്വന്തം യാഗം കൊണ്ട് പാപപരിഹാരം വരുത്തുവാൻ ഒരിക്കൽ പ്രത്യക്ഷനായി. ഇത് ആദ്യത്തെ പ്രത്യക്ഷത. ഇനി രണ്ടാമത്തെ ഒരു പ്രത്യക്ഷത ഏതാ? ഈ വായിച്ച വാക്യത്തിൽ നിന്നാ പ്രത്യക്ഷത. രണ്ടാമത്തെ പ്രത്യക്ഷത 24-ാം വാക്യം. ക്രിസ്തു വാസ്തവമായതിന്റെ പ്രതിബിംബമായി കൈപ്പണിയായ വിശുദ്ധ മന്ദിരത്തിലേക്കല്ല, ഇപ്പോൾ നമുക്ക് വേണ്ടി ദൈവസന്നിധിയിൽ പ്രത്യക്ഷനാകുവാൻ. അപ്പൊ ഇത് രണ്ടാമത്തെ പ്രത്യക്ഷത, ദൈവസന്നിധിയിൽ ഇപ്പോൾ പ്രത്യക്ഷപ്പെട്ട് നിൽക്കുക. ഇനി മൂന്നാമത്തെ പ്രത്യക്ഷത 28-ാം വാക്യം. ക്രിസ്തു അങ്ങനെ തന്നെ അനേകരുടെ പാപങ്ങളെ ചുമപ്പാൻ ഒരിക്കൽ അർപ്പിക്കപ്പെട്ടു. തനിക്കായി കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്കായി അവൻ പാപം കൂടാതെ രണ്ടാമതും പ്രത്യക്ഷ. മൂന്നാമത്തെ പ്രത്യക്ഷത എടുത്ത വാക്യത്തോട് ബന്ധപ്പെട്ട ഈ 3 പ്രത്യക്ഷത. അല്ലെങ്കിൽ ചിലരെന്നെ കയറി കൊത്തും, എങ്ങനെയാണോ 3 പ്രത്യക്ഷത 2 പ്രത്യക്ഷ അങ്ങനെ ഇല്ലയോ? എടുത്ത വാക്യത്തില്ല. അപ്പോൾ ഈ ഭാഗത്ത് യേശു ക്രിസ്തുവിന്റെ 3 പ്രത്യക്ഷതയെ പറ്റി പരാമർശിക്കുന്നു. ഇന്ന് രാത്രി അതിനോട് ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ നമുക്ക് ശാന്തമായിട്ട് ആ നിശ്ചയിക്കപ്പെട്ട സമയ പരിധിയിൽ നിന്ന് ചിന്തിക്കാം. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഞാൻ ഓർപ്പിച്ചല്ലോ, എബ്രായ ലേഖനം നിങ്ങൾക്കറിയാം. പെൺമണിക്കാരെ ഇതൊന്നും പഠിപ്പിക്കേണ്ട കാര്യമില്ല, എല്ലാം പഠിച്ച് നല്ല തിട്ടമായിട്ടിരിക്കുന്നവരാണ്. അതുകൊണ്ട് ചിലർ ബൈബിള് പോലും കൊണ്ടുവന്നിട്ടില്ല. നല്ല തിട്ടമാണ്. ചിലർ കൊണ്ടുവന്നിട്ട് തുറക്കുന്നുമില്ല, അത് അതിലും തിട്ടമുള്ളവരാണ്. ഇനിയിപ്പോൾ പറഞ്ഞെന്നോർത്ത് തുറക്കുമൊന്നും വേണ്ട, അങ്ങനെ തന്നെ ഇരിക്കട്ടെ. അപ്പോൾ എനിക്ക് ബഹുമാനം, വളരെ നല്ല വേദപരിജ്ഞാനവും അറിവും തിട്ടമുള്ളവരാ ഈ ദേശത്തുള്ളവർ. തന്നെയല്ല എല്ലാം വലിയ അറിവുള്ളവരാണ്, എല്ലാം വലിയ ജ്ഞാനികളാണ്. നിങ്ങളെ ഓർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. അതുകൊണ്ട് ഇന്ന് രാത്രി വളരെ ലളിതമായി ചില കാര്യങ്ങൾ ചിന്തിക്കാം. ദൈവത്തിന് മഹത്വം. എബ്രായ ലേഖനത്തിലെ പ്രധാനപ്പെട്ട വിഷയം നമുക്കറിയാം, ഏറെ നല്ലത്. ഇതിലെ പ്രതിപാദ്യ പുരുഷൻ ഇവിടെ കൂടെ ആവർത്തിച്ചത് ഒന്നുകൂടെ ആവർത്തിക്കുക. എല്ലാവരിലും ശ്രേഷ്ഠനാകുന്ന നസറയനാകുന്ന യേശു ക്രിസ്തു, ആ കർത്താവ് ഇന്ന് രാത്രി നമ്മുടെ നടുവിലുണ്ട്. മാറത്ത് പൊൻകച്ച് കിട്ടവനാ ചുട്ടുപടിപ്പിച്ച വെള്ളോട്ടിന് സദൃശമുള്ള പാദമുള്ള 7 നക്ഷത്രം വലങ്കിൽ പിടിച്ച് നിലവിളക്കയുടെ നടുവിൽ നിലയങ്ക് ധരിച്ച് നടകൊള്ളുന്ന നസറായൻ ഇന്ന് രാത്രി നമ്മുടെ നടുവിലുണ്ട്. അനുഭവിക്കുന്നവരെ ഓർത്ത് ഈ രാത്രി ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. കർത്താവിന് മഹത്വം. എല്ലാവരും ശ്രേഷ്ഠൻ യേശു ക്രിസ്തു. ഇടയ്ക്ക് 1-2 പ്രയോഗമൊക്കെ പൗലോസ് കൊടുത്തിട്ടുണ്ട്. ഇവൻ എത്ര മഹാനെന്ന് നോക്കുവിൻ, സൂക്ഷിച്ച് നോക്കുവിൻ, അങ്ങനെയൊക്കെയാ. സൂക്ഷിച്ച് നോക്കുവിൻ, ശ്രദ്ധിച്ച് നോക്കുവിൻ. ദൈവത്തിന് മഹത്വം. അവിടുന്ന് ഇന്ന് രാത്രി നമ്മുടെ നടുവിലുണ്ട് എന്ന് എൻ്റെ ഭാഷ പറഞ്ഞാൽ കാണാൻ കൊള്ളാവുന്ന ആളാണ് യേശു. യേശുവിനെ കണ്ടാരും പനി പിടിച്ചിട്ടില്ല. ഞാൻ ഇന്നാൾ രാത്രി യേശുവിനെ കണ്ടാന്ന് മുതൽ പനിയാ പൊങ്ങിയിട്ടില്ല. അങ്ങനെ ഇന്ന് വരാരും നമ്മളെയൊക്കെ പാതിരാത്രിയിലാ കാണുന്നൊക്കെ തീർന്നു. ഇപ്പം അത് വെട്ടത്ത് കണ്ടിട്ട് തന്നെ ഒക്കുന്നില്ല, ആ ഇരിപ്പം നോട്ടവും കണ്ടിട്ട്. അപ്പം പിന്നെ ഇരുട്ടത്ത് കണ്ടാലോ? അപ്പം എന്നെ നിങ്ങളെയൊക്കെ അസമയത്താ കാണുന്നെങ്കിൽ മിക്കവാറും പരുവക്കേടാ. എന്നാൽ യേശു ക്രിസ്തുവിനെ കണ്ടവർക്കാർക്കും ഒരു കുഴപ്പവുമില്ല. എൻ്റെ ഭാഷയാ, യേശുവിനെ കണ്ട ആരും പനിച്ചിട്ടില്ല. പക്ഷെ യേശു ചെന്നപ്പോൾ പനി മാറി. അതാ യേശു ക്രിസ്തുവിന്റെ മഹിമ. ദൈവത്തിന്റെ മഹത്വം. ഒരു പഴയ പാട്ടുണ്ടല്ലോ, ചേർത്ത് പാട്. നിന്നെ കാണും ജനങ്ങൾക്ക് പിന്നെ ദുഃഖം ഒന്നുമില്ല, നിന്നെ കാണും ഒന്നുമില്ല, പരപരമേശ വരമരുൾ പരപരമേശ വരമരുളീശ, നീയത്രേ എൻ രക്ഷസ്ഥാനം. കാർമേഘത്തിനുള്ളിലും ഞാൻ മിന്നും ശോഭ കാണും. കാർമേഘത്തിനുള്ളിലും ഞാൻ മിന്നും സൂര്യശോഭ കാണും. ഓ പരപരമേശ വരമരുളീശ, നീയത്രേ എൻ രക്ഷസ്ഥാനം. കരമുയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്താൻ.
സാധാരണ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഈ രണ്ട് ശാല പാടുക പതിവാ. ഇന്ന് അതെല്ലാം അങ്ങ് കുറയ്ക്കുക. തന്നെയല്ല, വെൺമണിക്കാരെല്ലാം നല്ല പാട്ടുകാരാണ്. വെൺമണി കവികൾ തന്നെയുണ്ട്, ഇല്ലയോ ജോമലി സാറേ? ഇല്ലയോ? ഉണ്ട്. വളരെ പ്രചാരം നേടിയവരാ. മാത്രമല്ല, ആത്മീകത്തിൽ വന്നപ്പോൾ പ്രധാനപ്പെട്ട നമ്മുടെ ഇടയിലെ പാട്ടുകാരനായിരുന്നു മൺമറഞ്ഞ ഫിലിപ്പ് സാറ്. ഒരു വാക്ക് പറയുന്നതിന് 2 പാട്ട് വെച്ചാ ഫിലിപ്പ് സാറ്. അപ്പം അങ്ങനെ ഇവിടെ എല്ലാം പാട്ടുകാരാ. സാറിന് കൂടെ യോഗത്തിനൊക്കെ പാടിയ ധാരാളം ആൾക്കാരുണ്ട്. അപ്പുറം വെട്ടിയാറ്റിലെ കുഞ്ഞമ്മ കൊച്ചമ്മ മരിച്ചുപോയി. കുഞ്ഞമ്മാമയും ലില്ലിമാമയും ചിന്നമാമയും ഇപ്പോഴും ഉണ്ടെന്ന് തോന്നുന്നു. അപ്പം ഇവര് നിങ്ങളെല്ലാം നല്ല പാട്ടുകാരാ. അതുകൊണ്ട് ഞാൻ ഇന്ന് അങ്ങ് കുറയ്ക്കുക. നാളെ 2 മണിക്കൂർ തരണേ. ദൈവത്തിൻ്റെ മഹത്വം. അപ്പൊ ശ്രദ്ധിക്കുക. അതുകൊണ്ട് ഇടയ്ക്ക് അറിയാവുന്ന പാട്ട് പാടുമ്പം ഞാൻ പാടുന്ന ഒക്കുന്നുണ്ടോ എന്ന് നോക്കിയിരിക്കരുത്. നിങ്ങളൊന്ന് പാടിക്കോ, വലിയ കുഴപ്പം വരികയില്ല. നിങ്ങൾക്കും പാടാം. ദൈവത്തിന് മഹത്വം. നാം ഒന്നിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തണം. എനിക്ക് അങ്ങ് തടസ്സമായിട്ടിരിക്കുന്നു. അവിടെ പോക്കോ, ഞാനവിടെ പോക്കോ. അത് മതി. നാളെ എനിക്കിത് വേണ്ട. ഞാൻ എഴുന്നേൽക്കുമ്പോൾ ഇതൊക്കെ മാറ്റിയേക്കണം. അപ്പൊ ഇന്ന് രാത്രി ശ്രദ്ധിക്കുക. യേശു ക്രിസ്തുവിനെ പോലെ യോഗ്യനായ ഒരുവനുമില്ല. കാണാൻ കൊള്ളാവുന്നവൻ, ആരാധിക്കാൻ കൊള്ളാവുന്നവൻ, അംഗീകരിക്കാൻ കൊള്ളാവുന്നവൻ, അനുഗമിക്കാൻ കൊള്ളാവുന്നവൻ, അനുധാവനം ചെയ്യാൻ കൊള്ളാവുന്ന ഇതുപോലെ വേറൊരുവൻ ഇല്ല. അനുഗമിച്ച ആർക്കും ദോഷം വന്നിട്ടില്ല. സേവിച്ചവർക്ക് ആർക്കും ഒരു ദോഷവും വന്നിട്ടില്ല. പിൻപറ്റിയവർക്ക് ആർക്കും ഒരു അനർത്ഥവും വന്നിട്ടില്ല. ഇന്ന് രാത്രി ആ കർത്താവ് നമ്മുടെ നടുവിലുണ്ട്. പ്രൈസ് ദി ലോർഡ്. എല്ലാവരിലും ശ്രേഷ്ഠനാകുന്ന നസറയനാകുന്ന യേശു ക്രിസ്തു. എബ്രായ വിശ്വാസികൾ പഴയ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും മാമൂലും വിട്ട് യേശുവിന്റെ മാർഗത്തിലേക്ക് വന്നു. വന്നവർക്ക് കുറച്ച് കഴിഞ്ഞപ്പോൾ തോന്നി വന്നത് അബദ്ധമായോ എന്ന്. ഇപ്പം നമ്മുടെ ഇടയിലും ചില ആൾക്കാരുണ്ട്, പെന്തിക്കോസ് വന്നത് അബദ്ധമായോ എന്ന് ചിന്തിക്കുന്നവരുണ്ട്. ഉണ്ട്. അവർ നേരത്തെ പോകുന്നതാണ് നല്ലത്. വെറുതെ ഇവിടെ മെനക്കെട്ടിരിക്കരുത്, വഴക്കുണ്ടാക്കിയും പോകരുത്. ഞാൻ ഞങ്ങളുടെ സഭയിലും പറയും, ആരേലും പോകുന്നുണ്ടെങ്കിൽ മുമ്പോട്ട് വരണം, പ്രാർത്ഥിച്ച് അനുഗ്രഹിച്ചു വിടും. അനാവശ്യം പറഞ്ഞു പോകരുത്. നല്ല രീതിയിൽ പ്രാർത്ഥിക്കും. കർത്താവെ കുറച്ച് നാൾ ഞങ്ങളുടെ കൂടെ കൊട്ടിയും പാടിയും ഉണ്ടായിരുന്നു, ഇപ്പം കടന്നു പോകുന്ന ഒരു ദോഷവും വരുത്തരുത്. അങ്ങനെ പ്രാർത്ഥിക്കുമോ? പക്ഷെ ഒരു കാര്യം പറയാം, ഇതിനകത്ത് വന്നതൊന്നും ഒരു അബദ്ധവുമല്ല, ഒരു മണ്ടത്തരവുമല്ല. ഇത്രയും കൊല്ലമായിട്ട് എനിക്ക് ഇന്ന് വരെ തോന്നിയിട്ടില്ല വന്നത് മണ്ടത്തരമാണ്. ഇപ്പോഴും ഖേദം എന്തെന്ന് ചോദിച്ചാൽ നേരത്തെ വരാൻ ഒത്തില്ലല്ലോ എന്നാ. കർത്താവിനെ അനുഗമിക്കുന്നതും സേവിക്കുന്നതും സ്നേഹിക്കുന്നതും പിൻഗമിക്കുന്നത് അവൻ ദോഷമൊന്നുമല്ല, ഇത് ഏറ്റവും വലിയ ഭാഗ്യമാണ്. അപ്പോൾ എബ്രായ വിശ്വാസികളിൽ സിംഹഭാഗവും നമുക്കറിയാം ദൈവാലയവും യെരൂശലേം പള്ളിയും ആരാധനയും മറ്റു കാര്യങ്ങളെല്ലാം വിട്ടേച്ച് വന്നു. ഇടയ്ക്ക് ഇവർക്കൊരു ചിന്ത വിട്ടുപോകുന്നത് അബദ്ധമായിരുന്നു. അപ്പോൾ അവരെ ഉറപ്പിക്കാൻ എഴുതിയ ലേഖനമാ എബ്രായ ലേഖനം. ഇതിലെ പ്രതിപാദ്യ വിഷയം, പ്രതിപാദ്യ പുരുഷൻ നസറേയനാകുന്ന യേശു ക്രിസ്തു. യേശു ക്രിസ്തുവാണ് എല്ലാവരും ശ്രേഷ്ഠൻ. അറിയാമല്ലോ, ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും അറിയാം. യേശു ക്രിസ്തു അപ്പോസ്തലന്മാരെക്കാൾ ശ്രേഷ്ഠൻ, യേശു ക്രിസ്തു ദൂതന്മാരെക്കാൾ ശ്രേഷ്ഠൻ, യേശു ക്രിസ്തു മോശയേക്കാൾ ശ്രേഷ്ഠൻ, യേശു ക്രിസ്തു ഹാബേലിനേക്കാൾ ശ്രേഷ്ഠൻ, യേശു ക്രിസ്തു യോശുവായേക്കാൾ ശ്രേഷ്ഠൻ, യേശു ക്രിസ്തു പുരോഹിതന്മാരെക്കാൾ ശ്രേഷ്ഠൻ, യേശു ക്രിസ്തു മഹാപുരോഹിതനേക്കാൾ ശ്രേഷ്ഠൻ, യേശു ക്രിസ്തു മൽക്കിസദേക്കിനേക്കാൾ ശ്രേഷ്ഠൻ, യേശു ക്രിസ്തു ദൈവാലയത്തേക്കാൾ ശ്രേഷ്ഠൻ, യേശു ക്രിസ്തു സ്വർഗത്തേക്കാൾ ശ്രേഷ്ഠൻ. അതുകൊണ്ട് ആരും പിന്മാറിപ്പോകരുത്. നാമോ നാശത്തിലേക്ക് പിന്മാറുന്നവരുടെ കൂട്ടത്തിലല്ല, മറിച്ചോ വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടത്തില്ല. ദൈവത്തിന്റെ മഹത്വം മുൻപോട്ട് പോകാൻ വിവരിക്കുന്നില്ല. ഞാൻ ഓർപ്പിച്ചല്ലോ, 9-ാം അധ്യായത്തിൽ ഈ ഭൂമിയിലെ ദൈവാലയവും സ്വർഗത്തിലെ ആലയവും തമ്മിലുള്ള താരതമ്യ പഠനമാണ്. അതിലേക്കും പോകുന്നില്ല. വായിച്ച തിരുവെടുത്തിൽ ഓർപ്പിച്ചു 3 പ്രത്യക്ഷത, യേശു ക്രിസ്തുവിന്റെ 3 പ്രത്യക്ഷത. ഒന്നാമത്തെ പ്രത്യക്ഷതയാണ് 26-ാം വാക്യം, രണ്ടാമത്തെ പ്രത്യക്ഷതയാണ് 24-ാം വാക്യം, മൂന്നാമത്തെ പ്രത്യക്ഷതയാണ് 28-ാം വാക്യം. കമ്പിവാചകം പോലെ ചില കാര്യം ചിന്തിക്കാം. ഒന്നാമത്തെ പ്രത്യക്ഷത 26-ാം വാക്യം ഒന്നുകൂടെ വായിക്കാം. അങ്ങനെയായാൽ ലോകസ്ഥാപനം മുതൽക്ക് അവൻ പലപ്പോഴും കഷ്ടം അനുഭവിക്കേണ്ടിയിരിക്കുന്നു. അങ്ങനെയായാൽ ലോകസ്ഥാപനം മുതൽക്ക് അവിടുന്ന് പലപ്പോഴും കഷ്ടം
അനുഭവിക്കേണ്ടിയിരിക്കുന്നു. അടുത്ത വാക്യം. എന്നാൽ അവിടുന്ന് ലോകാവസാനത്തിൽ സ്വന്തം യാഗം കൊണ്ട് പാപപരിഹാരം വരുത്തുവാൻ ഒരിക്കൽ പ്രത്യക്ഷനായി. ശ്രദ്ധിക്കുക, ഇത് യേശു ക്രിസ്തുവിന്റെ ആദ്യത്തെ പ്രത്യക്ഷതയാണ്. ആദ്യത്തെ പ്രത്യക്ഷത. ദൈവത്തിന് മഹത്വം എന്ന് പറഞ്ഞാൽ കന്യാസൂനുവായി ഈ ഭൂമിയിലേക്ക് ക്രിസ്തുവേശു പിറന്നതിനെ പറ്റിയാണ് 26-ാം വാക്യത്തിൽ കൊടുത്തിരിക്കുന്നത്. ഞാൻ എപ്പോഴും പറയും, എല്ലാവരും ജനിച്ചതുപോലല്ല യേശുവിൻ്റെ ജനനം. അല്ല, നമ്മളാരും ജനിച്ച പോലല്ല യേശു ജനിച്ചത്. നമ്മളത് മാത്രമാണോ ഇവിടെ ഉന്നതന്മാര്, മഹാന്മാര്, വിദ്യാനിപുണന്മാര്, പണ്ഡിതന്മാര്, വലിയ അറിവ് ജ്ഞാനമുള്ളവര്, മതനേതാക്കന്മാര്, അതുപോലെ തന്നെ മന്ത്രിപുങ്കവന്മാര്, സാമുദായിക നേതാക്കന്മാര്, ഭരണപരിഷ്കർത്താക്കള് എന്ന് വേണ്ടി ലോകത്തിൽ ധാരാളം മിടുക്കന്മാര്, പ്ലേറ്റോയും അരിസ്റ്റോട്ടിലും അതുപോലെ തന്നെ സോക്രട്ടീസും ഒക്കെ ജന്മമെടുത്ത ഈ ഭൂമി, ഈ ലോകത്തിൽ മാത്രമാണോ അമേരിക്കൻ പ്രസിഡന്റുമാര്. ഇപ്പോൾ ഇസ്രയേലിൽ ഉള്ളവർ അത്ര മോശമൊന്നുമല്ല, ഇറാൻകാർ മോശമാണ്. ഇവിടെ തന്നെ ബോംബ് കൂട്ടും. ഇറാൻകാരും മോശമല്ല, അത്ര ദിവസമായി തുടങ്ങിയിട്ട് നിൽക്കുന്നില്ലല്ലോ. അപ്പൊ അത്ര മോശമൊന്നുമല്ല. നിങ്ങളും അത്ര മോശമല്ല. ഇരിപ്പ് കാണുമ്പോൾ അറിയാം. നിങ്ങളുടെ ഇരിപ്പ് കണ്ടിട്ട് ഇറാനൊന്നും എൻ്റെ മുന്നിൽ. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഇവിടെ ധാരാളം മിടുക്കന്മാരുണ്ട്. ഈ കൊച്ചു കേരളത്തിൽ തന്നെ എത്രയോ മിടുക്കന്മാർ ജനിച്ചതാ. NSSന്റെ സ്ഥാപകൻ മൺമറഞ്ഞ മന്നത്ത് പത്മനാഭൻ അവർകൾ, SNDPയുടെ സ്ഥാപകൻ ശ്രീനാരായണ ഗുരു അവർകൾ, അതുപോലെ അയ്യങ്കാളി, പണ്ഡിറ്റ് കറുപ്പൻ, അതുപോലെ കേളപ്പനെ, മാത്രമാണോ വൈകുണ്ഠസ്വാമി, ചട്ടമ്പി സ്വാമി, എത്രയോ മിടുക്കന്മാര്, മന്ത്രിമാര്, കെട്ടിക്കട്ടിയ രാജാക്കന്മാര്, വേലൂർ തമ്പി തളവയൊക്കെ ചെറിയ പുള്ളിക്കാരാണ്. നിങ്ങളുടെ ഇരിപ്പ് കണ്ടിട്ട് ഇവിടെ എത്രയോ ഉന്നതന്മാര്, രാഷ്ട്രീയത്തിലോട്ട് നോക്കി എത്രയോ മിടുക്കന്മാര്. EMS ശങ്കരൻ നമ്പൂതിരിപ്പാട്, മാത്രമാണോ അടുത്ത സമയത്ത് മരിച്ച VS അച്യുതാനന്ദൻ, ഉമ്മൻചാണ്ടി അവറുകൾ, എല്ലാം മിടുക്കന്മാരാ. സഹോദരിമാർ, ഇപ്പൊ അവർക്ക് സങ്കടം. ഞങ്ങളുടെ KR ഗൗരി, ആലപ്പുഴ കുഞ്ഞമ്മ എന്നാ പറയുന്നത്. ഒരിക്കലൊരു മുദ്രാവാക്യം തന്നെ ഉണ്ടായിരുന്നു. എന്തുവാ കേരം തിങ്ങും കേരള നാട്ടിൽ KR ഗൗരി. അല്ല, അത്രയ്ക്ക് ശ്രേഷ്ഠരായ വനിതകളും ഉണ്ടായിരുന്നെ, മിടുമിടുക്കര്. അപ്പോൾ സമുദായ നേതാക്കള്, മതകർത്താക്കള്, ഭരണപരിഷ്കർത്താക്കള്, ഉന്നതന്മാര്, കായബലമുള്ളവര് എന്ന് വേണ്ട എത്രയോ മിടുമിടുക്കന്മാർ. ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രി, പിള്ളേരെല്ലാം ചാച്ചാജി. മോളെ ഇങ്ങോട്ട് നോക്കണേ, ഇടി ചാച്ചാജി അറിയാം ആരാ? നീ തൊപ്പിയൊക്കെ വെച്ചോണ്ട് പോയത്. അപ്പൊ ശ്രദ്ധിച്ചേ, എത്രയോ ഉന്നതന്മാർ. എന്നാൽ അവരിൽ നിന്നെല്ലാം മാത്രമാണോ മതനേതാക്കന്മാര്, ആള് ദൈവങ്ങള്. ഇപ്പോഴും കൊണ്ട് ഒത്തിരി ആള് ദൈവം, ആണും പെണ്ണും എല്ലാം അങ്ങ് ദൈവം കളിക്കുക. അല്ല, അവതാര പുരുഷന്മാരും കൂടെ ജനിച്ചു. ഹൈന്ദവ പുരാണം പഠിക്കുമ്പോൾ മത്സ്യകൂർമ്മ വരാഗസ്യ നരസിംഹസ്യ വാമന രാമോ രാമരാമച്ച കൃഷ്ണകൾക്ക് ജനാർത്ഥ 10 അവതാരം. രാമപുരത്ത് വാര്യര് ഒരു വരി ഇങ്ങനെ കൊടുത്തു: 33 കോടി ദേവന്മാരുമെന്ന് മൂർത്തിയായി മുപ്പാരിനെ വിളക്കമായി മാർത്താണ്ടാക്കി ആയിരിക്കും പ്രത്യക്ഷ ദേവതയുടെ മാഹാത്മ്യമോർത്തിട്ട് മനസ്സുരുകുന്നെന്ന. അപ്പോൾ എത്രയോ മിടുക്കന്മാർ, ഉന്നതന്മാർ, ശ്രേഷ്ഠന്മാരുമൊക്കെ ഈ ഭൂമിയിൽ പിറവി കൊണ്ടു ജനിച്ചു. എന്നാൽ അവരുടെ ജനനം പോലല്ല യേശു ക്രിസ്തുവിന്റെ ജനനം. അല്ല, ദൈവത്തിന് മഹത്വം. നിവാസികളെ രക്ഷ ചെയ്വതിന് അക്ഷയ കുമാരനേശു മർത്യനായി വന്നു. നിവാസികളെ രക്ഷ ചെയ്വതിന് അക്ഷയ കുമാരനേശു മർത്യനായി വന്നു. ഉമ്മയാണ്. അവർക്കറിയാതെ എന്നാന്ന് കേശവശാസ്ത്രി കേട്ടില്ലേ? ഇങ്ങനെ പാടുന്ന, അതിനടിക്കണ്ട, അത് വേറെ പാട്ടാ.
ഇങ്ങനെ വാഴുന്ന നാളിൽ അന്നൊരു ദിവസം മംഗളാങ്കി പാടുന്നില്ല, വേണ്ട, വെറുതെ അലോക്യം ഉണ്ടാക്കണ്ട. ഇക്ഷിതിനിവാസികളെ രക്ഷ ചെയ്വതിന് അക്ഷയ കുമാരനെ ചുമർത്യനായി വന്നു. ആ ഇക്ഷിതിനിവാസികളെ രക്ഷ ചെയ്വതിന് അക്ഷയ കുമാരനെ ചുമർത്യനായി വന്നു. ശ്രദ്ധിക്കുക, എല്ലാവരുടെയും ജനനം പോലല്ല യേശു ക്രിസ്തുവിന്റെ തിരുജനനം. എന്താ ഈ ജനനത്തിന്റെ വിശേഷത? ഒത്തിരി ഉണ്ട്. രണ്ട് കാര്യം പറയാം, ഇപ്പൊ അതേ ഒക്കുള്ളൂ, എല്ലായിടത്തും പറയാൻ ഒന്നുകൂടെ ആവർത്തിക്കുക. യേശു ക്രിസ്തുവിന്റെ തിരുപ്പിറവിയുടെ സമയത്ത് സംഭവിച്ച ഒരു കാര്യം ഒന്ന് വായിച്ചേ. ലൂക്കോസ് 2:8 മുതൽ താഴോട്ടുള്ള തിരുവെടുത്ത് അറിവുള്ള വാക്യമാ, ഒന്ന് വായിച്ചോ. ലൂക്കോസ് 2:8 മുതൽ താഴോട്ട്. അന്ന് ആ പ്രദേശത്ത് ഇടയന്മാർ രാത്രിയിൽ ആട്ടിൻകൂട്ടത്തെ കാവൽ കാത്ത് വെളിയിൽ പാർത്തിരുന്നു. അടുത്തത്, അപ്പോൾ കർത്താവിന്റെ ഒരു ദൂതൻ അവരുടെ അരികെ. ശ്രദ്ധിച്ചേ, ദൈവത്തിന് മഹത്വം. യേശു ക്രിസ്തുവിന്റെ ജനനം ആദ്യത്തെ പ്രത്യക്ഷതയായി പറഞ്ഞു വരുന്നേ. ആദ്യത്തെ പ്രത്യക്ഷത എല്ലാവരും ജനിച്ചതുപോലല്ല. എന്താ ജനനത്തിന്റെ വിശേഷത? അത് പിന്നാലെ പറയാ, എങ്കിലും കേറി പറയുക. ഈ ജനനത്തിന്റെ വസ്തുത, അവിടുന്ന് ഈ ഭൂമിയിൽ ജാതനായപ്പോൾ ഈ ജനന വാർത്ത അറിയിക്കണം, അത്യാവശ്യമാണ്. ജനിച്ചെന്ന് അറിയിക്കണ്ടേ? നമ്മളുമൊക്കെ ജനിച്ചത് അറിയിച്ചു. ചില ഇന്നാളെ ഒരാൾ പറഞ്ഞു, എന്നെ അറിയിച്ചേ ഇല്ലെന്ന് പറഞ്ഞു. എന്നെ വേറൊരു തള്ള പറയുന്നത് കേട്ടോ, അപ്പുറത്തുകാർ പറഞ്ഞാ ഞാൻ അറിഞ്ഞ. കൊച്ചിനെ കാണാൻ പോകുന്നെന്ന് ചോദിച്ചാൽ പറഞ്ഞു, എന്നെ അതിന് പോകുന്നു, അപ്പുറത്തുകാർ പറഞ്ഞാ ഞാൻ അറിഞ്ഞത്. അവർക്ക് ആർക്കെങ്കിലും എന്നോടൊന്ന് ആട്ടെ, നിങ്ങളുമൊക്കെ അതിൻ്റെ അപ്പുറത്തതാ. ഇപ്പൊ ഈ ജനന വാർത്തയൊന്ന് അറിയിക്കണം. അതിന് ദൈവം തമ്പുരാൻ ചെയ്ത ഒരു പദ്ധതി, ഈ തിരുജനനത്തെ പറ്റി അറിയിക്കാൻ ദൈവം ആദ്യം ഒരു ദൂതനെ അങ്ങോട്ട് വിട്ടു. ഇങ്ങനെ ആരുടെ ജനനമാ പറഞ്ഞേ? നമ്മുടെയൊക്കെ ജനന വാർത്ത നേഴ്സാ പറഞ്ഞത്. നേഴ്സാ പറഞ്ഞത്. നമ്മൾ ആ ചില്ലിനെ അവിടെ ഇങ്ങനെ നോക്കി നിൽക്കുക, കൊച്ചു പറഞ്ഞ കൊച്ചു. അപ്പം നേഴ്സ് പറഞ്ഞു, അങ്ങോട്ട് മാറി നിൽക്കും, പറയാം. ഉടനെ ഇല്ല കൂടും പിടിച്ചോണ്ട് പുറകോട്ട്. നേഴ്സ് അകത്തോട്ട് കയറുമ്പോൾ പിന്നെ അടുത്തിന് നിങ്ങളോടല്ലേ പറഞ്ഞങ്ങോട്ട്. പിന്നെ ഒരു കണക്കിനാ ഇത് അറിഞ്ഞ ഉടനെ നമ്മൾ ചോദിക്കുന്നത് എന്നാന്നറിയോ, എത്ര കിലോ ഉണ്ടെന്ന്. അതിനെ വിൽക്കാനാന്നോ? ഉടനെ ഇത് എത്ര കിലോ ഉണ്ടെന്ന്. ഒന്നും അറിയാൻ മേല. അന്നേരം തന്നെ തൂക്കി വിൽക്കാൻ പോവാന്നോ? ഇതൊക്കെയാ നമ്മുടെ രീതിയും പ്രവണതയും. പോട്ടെ, ചോദിക്കും, എന്തോ കോച്ച് പെങ്കോച്ച, സ്ഥലമൊന്നും പറയുന്നില്ല. പണ്ട് ഒരമ്മ നടന്ന കാര്യം ഇപ്പോഴും ആ അമ്മ ജീവിച്ചിരിപ്പുണ്ട്. അമ്മ കോടീശ്വര, 2 കൂട്ടരും 9 പെൺപിള്ളാരെ പ്രസവിച്ചു ആദ്യം. അന്നേരം അമ്മായിയമ്മ മരുമകളായി പ്രസവിക്കുന്നു 9 എണ്ണത്തിന്, 9 പെണ്ണ. അപ്പം ഈ അമ്മായിയമ്മ ബഹളം ഉണ്ടാക്കി, അമ്മായിയപ്പനും പ്രശ്നമുണ്ടാക്കി, ഭയങ്കര പ്രശ്നം. ഉള്ള പെണ്ണിനെ എല്ലാം കൂടെ പെറ്റുകൂട്ടുക. എന്നാ മുതൽ പോവും, കെട്ടിച്ചു വിടണ്ട. അന്നത്തെ കാലമാണ്. അപ്പം ഈ പ്രസവിച്ച ഇപ്പം 95 വയസ്സുണ്ട് അമ്മയ്ക്ക്, 95 കഴിഞ്ഞു. അപ്പം ആ അമ്മ അവരുടെ വീട്ടിൽ ചെന്ന് പറഞ്ഞു, ഞാൻ 9 മക്കളെ പ്രസവിച്ചതിന് പ്രശ്നമുണ്ടാക്കുക. അപ്പം അവരുടെ അപ്പനും അമ്മയും കൂടെ പറഞ്ഞു, നീ ഒരു 9 പെണ്ണിനെയും കൂടെ പ്രസവിച്ചോളാൻ. അയ്യോ, നടന്ന കാര്യമാണ്. അവർ വീണ്ടും വന്ന് 9 പ്രസവം, അത് 9 ആണ്, 18 മക്കള്. ഞാൻ ഓർത്ത് നിങ്ങൾ ഞെട്ടുമായിരിക്കും വന്ന്. കൊള്ളാം, നിങ്ങൾ 30 എണ്ണത്തിനെ പ്രസവിച്ചാൽ ഞെട്ടുകയല്ല. പിന്നെ അല്ല, അങ്ങനെയൊക്കെ ഉണ്ട്. പെണ്ണാന്ന് പറഞ്ഞാൽ ചിലർക്ക് ഇഷ്ടമല്ല.
അയ്യോ, തിരുവെടുത്ത് പഠിപ്പിക്കുന്നത് ആണാന്നേലും പെണ്ണാന്നേലും കൊള്ള മക്കൾ യഹോവ തരുന്ന അവകാശമാണ്. അതുകൊണ്ട് ആണിനോടും പെണ്ണിനോടും ഒന്നും മക്കളോട് വേർകൃത്യം ഒന്നും കാണിക്കരുത് കേട്ടോ. വേർകൃത്യം കാണിച്ച തന്നെ അവസാനം കിടന്ന് ഇങ്ങനെ കിടക്കും, ആരും കാണുകയല്ല. നിനക്ക് ദൈവം തരുന്നതാ കുഞ്ഞുങ്ങൾ, ആണാന്നേലും പെണ്ണാന്നേലും. ഞാനിപ്പോൾ ഓർക്കുന്നു, ജോർജാൻ എന്നോട് ഞാൻ മിക്കയിടത്തും പ്രസംഗിച്ചു. ഞാൻ ചോദിച്ചു, ജോർജ മക്കൾ എല്ലാവരും ഉണ്ട്. അപ്പം ചോദിച്ചു, എന്നാൽ ആരോടാ കൂടുതലൊരു തൃപ്തി? ഉടനെ ജോർജാൻ എന്നോട് പറയാ, ചക്കരയ്ക്ക് അകവും പുറവുണ്ടോ എന്ന്. ജോർജാൻ എന്നോട് പറഞ്ഞല്ലേ, എഴുന്നേറ്റ് നിൽക്കുക, എല്ലാവരും കാണട്ടെ ജോർജാൻ ആരാന്ന്. അല്ലെന്ന് ലൈവിലുണ്ടെന്ന് ആൾക്കാർ. പിന്നെ ഇതാ ജോർജാൻ, വേണമാണ് ജോർജാൻ. ജോർജാൻ എന്നോട് പറഞ്ഞു, എൻ്റെ പാസ്റ്ററെ ചക്കരയ്ക്ക് അകവും പുറവും. അങ്ങനെ ആയിരിക്കണം. കാശുള്ളവൻ കാണും, കാശില്ലാത്തവൻ കാണും, കളറുള്ളവൻ കാണും, കളറില്ലാത്തവൻ കാണും, കഴിവുള്ളവൻ കാണും, കഴിവില്ലാത്തവൻ കാണും. പിള്ളേരുടെയൊക്കെ വേർകൃത്യം കാണിക്കരുത്. നിനക്ക് തന്നിരിക്കുന്നത് ദൈവം തന്ന മക്കളാ. 2, 3, 5, 8 എത്രയാന്നേലും ദൈവം തരുന്നതാ. പിള്ളേരുടെയൊക്കെ വേർകൃത്യം കാണിച്ച അവസാനം യാക്കോബ് കടന്ന് കുഴഞ്ഞില്ലേ? ഇല്ലേ? കൊള്ളാം. അങ്ങനെ ഇരുന്നപ്പം അച്ചായനൊരിളക്കം കയറി. യോസേപ്പിനൊരു പ്രത്യേക അങ്കി കൊടുക്കാൻ കാര്യമുണ്ട്. യോസേപ്പ് ഈ ന്യൂസ് കൊണ്ട് കൊടുക്കും അപ്പച്ചനിടയ്ക്ക്. ചില സെൻട്രൽ പാസ്റ്റർമാർക്കൊക്കെ ന്യൂസ് കൊടുക്കുന്ന ലോക്കൽ പാസ്റ്റർമാർ ഉണ്ട്. എല്ലായിടത്തും അല്ലെങ്കിൽ ഉണ്ട് തോന്നാൻ ഇല്ലേ? നിങ്ങളൊന്നും പറയണ്ട, ഞാൻ തന്നെ പറഞ്ഞോളാം. നിങ്ങൾ ഇനി അല്ലേ പിന്നെ സമ്മതം മൂളിയപ്പം നിങ്ങൾ ഇനി തിരിച്ചു കഴിഞ്ഞാൽ പറയാം, താൻ അവിടെ ഇരുന്ന് മൂളെന്ന് ഞാൻ കണ്ടായിരുന്നെന്ന് പറയും. അപ്പോൾ അത് വേണ്ട, ഞാൻ തന്നെ കടിച്ചവൻ തന്നെ വിഷമെടുക്കാം. ഈ ചിലർക്ക് ഈ ന്യൂസ് ഇങ്ങനെ കൊണ്ടു കൊടുക്കുന്ന വലിയ ഇഷ്ടമാണ്. ചില പെയ്ത്തോമിലുമൊക്കെ അങ്ങനെ രാവിലെ വരുന്ന ചില തള്ളമാരുണ്ട്, ന്യൂസുമായിട്ടൊരു കൂടിൻ്റെ കുടുംബിക്ക് പിടിച്ച് വരവൊക്കെ ഒന്ന് കാണേണ്ടതാണ്. അമ്മാമോ, ചില അമ്മാമ്മമാർക്ക് ഇഷ്ടമായി ഇത് കേൾക്കുന്നേ. വേറെ തന്നെ ഉണ്ട്, അമ്മച്ചി ഒരു ചായയും കൂടെ തരട്ടെ, ഒരു 9 ചായ തള്ള ഇരുന്ന് കുടിക്കും. നാട്ടുകാരെ പറ്റിയും കൂട്ടി വിശ്വാസിയെ പറ്റിയും അപ്പുറത്ത് മിണ്ടി പോകരുത് പറയണം. നീ നിന്റെ കാര്യം നോക്കണം. സ്തോത്രം. അവനെ നമുക്ക് എന്തെല്ലാം പ്രശ്നമുണ്ട്, അതങ്ങ് പരിഹരിക്കും. ചിലക്ക് ഈ പ്രീതി കിട്ടാൻ, മമത കിട്ടാനേ ഇങ്ങനെ കൊണ്ട് ന്യൂസ് കൊണ്ട് കൊടുക്കും ചിലയിടത്ത്. അത് പാടില്ല. ദൈവത്തിന് മകൻ ഞാൻ വിവരിക്കുന്നില്ല, നാളെ ഉണ്ടല്ലോ യോഗം. യോസേപ്പ് അപ്പൻ്റെ അടുക്ക കൊണ്ട് ഈ ആവശ്യമില്ലാത്ത വർത്താനം ദുശ്രുതി എന്നാണ് എഴുതിയേക്കുന്നത്. നിങ്ങളെ സഹോദരിമാർ ആ വാക്യം കണ്ടോ? ഞാൻ അങ്ങ് മറന്നുപോയി എവിടാന്ന്. അവിടെ ഇങ്ങനെ എഴുതിയേക്കുന്നത്, ദുശ്രുതി. ദൂ ഇട്ടിട്ട് 2 കുത്ത്. ആട്ടെ, ശൗമേൽ സാറിന് ഇപ്പോൾ ഉള്ളതിൽ ആ നിലയിൽ വിദ്യാഭ്യാസം ഉണ്ടല്ലോ, നിപുണല്ലോ. ആ ദൂ ഇട്ട് വെച്ച് 2 കുത്ത് പ്രൊഫസർ അല്ലയോ? അതത്ര നല്ല കുത്താന്നോ സാറേ? അതാ ജോണച്ചാനും അത്ര മോശമല്ല. ആത്മാവിലായപ്പോൾ ഇംഗ്ലീഷിലാണ് അവിടെ പ്രസംഗിച്ച്. ദൈവത്തിന് മഹത്വം. അപ്പോൾ അവിടെ ദുശ്രുതി എന്നല്ലേ? ഒന്ന് വായിച്ചേ ആ വാക്യം. എത്ര വാക്യമാ? 37-ന്റെ ദൈവരാശി. എഴുന്നേറ്റ് നിന്ന് വായിക്കും. പിന്നെ ഇങ്ങനെയുള്ള സദസ്സിലൊക്കെ അങ്ങനെ വായിക്കണം. എഴുന്നേറ്റ് നിൽക്കും, എല്ലാവരും ഒന്ന് കാണട്ടെന്ന്. നടുവ് നട്ടലും ഒന്നുമില്ലേ? എഴുന്നേറ്റ് വായിക്കുക. യോസേപ്പിന് 17 വയസ്സായപ്പോൾ അടുത്തത് ബിൽഗയോട് ശില്പിയോടും കൂടെ അവന് ഇരുന്നാട്ടെ. ദുശ്രുതി അതാ നല്ലതല്ല. അപ്പൊ അപ്പൻ്റെ അടുക്ക വന്ന് ഈ ദുശ്രുതി യോസേപ്പ് പറഞ്ഞു. നല്ല ഉള്ള കാര്യമായ, പക്ഷെ ഇത് ന്യൂസ് കൊടുക്കുക. അതുകൊണ്ട് അപ്പൻ്റെ ഒരു നല്ല അങ്കി അന്ന് മുതൽ കുടുംബത്തിൽ പ്രശ്നമാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നമ്മുടെ നാവ് കൊണ്ട് ആവശ്യമില്ലാത്തതൊന്നും കൂട്ടുവിശ്വാസിയെ പറ്റി, കൂട്ടുവേലക്കാരനെ പറ്റി, കൂട്ടു സഹോദരനെ പറ്റി, മറ്റൊരു കുടുംബത്തെ പറ്റി, മറ്റൊരു വ്യക്തിയെ പറ്റി വേറെ ആരോടും വിളമ്പരുത്. ഒറ്റ വാക്കി പറഞ്ഞ് അങ്ങനെ അങ്ങ് വിടുക. ദൈവത്തിന് മഹത്വം. സൂക്ഷിക്കണം. അത് നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് വരാം. ദൈവത്തിന് മഹത്വം. യേശു ക്രിസ്തുവിന്റെ തിരിപ്പിറവി. അപ്പൊ ഈ സമയത്ത് ഈ ജനന വാർത്തയെ അറിയിക്കാൻ ദൈവം തമ്പുരാന്റെ പദ്ധതി, സ്വർഗത്തിൽ നിന്ന് ഒരു ദൂതനെ താഴോട്ട് വിട്ടു. ദൈവത്തിന് ഇഷ്ടം പോലെ ദൂതന്മാരാ.
ദൈവത്തിന്റെ രഥങ്ങൾ 1000 കോടി 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 ദൂതരുമായി യേശുരാജൻ വരുന്നേരം മരിച്ചവർ ഉയർത്തിയിടും, വിശുദ്ധന്മാർ പറന്നിടും, കോടി കോടി യേശുരാജൻ മരിച്ചവർ ഉയർത്തിയിടും. കരമുയർത്തി ദൈവത്തെ സ്തുതിക്കുക. നിങ്ങളും കൂടെ പാട്. എന്തുവാ അനിതയും മോളമാ മൈക്കില്ലേ? എന്തിയാ മൈക്കില്ല? ഞാനിവിടെ വിളിച്ച് പറഞ്ഞ് 10 മൈക്ക് വേണമെന്നാണ് പറഞ്ഞു. മൈക്ക് ഇഷ്ടം പോലെ പോണ്ട്. ഇനിയത്തെ പാട്ടിനെ മതി. ഇനിയിപ്പോൾ ഇത് പാടാൻ നേരമില്ല. അപ്പൊ ശ്രദ്ധിക്കുക, ദൈവത്തിന്റെ രഥങ്ങൾ 1000 കോടി കോടിയാണ്. കോടി കോടി ദൂതന്മാരുണ്ട് ദൈവസന്നിധിയിൽ. അപ്പോൾ ദൈവം ഒരു ദൂതനെ ഇങ്ങോട്ട് വിളിച്ചേച്ച് പറഞ്ഞു, ചെന്ന് ആട്ടടയന്മാരോട് പറയണം, ആമേൻ സ്തോത്രം, ലോകരക്ഷകൻ ജനിച്ചിരിക്കുന്നു, യേശു ജനിച്ചിരിക്കുന്നു. ഈ വാർത്ത എന്ന് പറയാൻ അതാ കർത്താവിന്റെ ഒരു ദൂതൻ. വായിച്ചാട്ടെ ദൈവരാശി മൈക്കൂടെ. ദൂതൻ അവരോട്, ദൂതൻ ഏകവചനമാ. അപ്പോൾ ഈ ജനന വാർത്ത അറിയിക്കാൻ ദൈവം തമ്പുരാൻ ആദ്യം ഒരു ദൂതനെ അങ്ങോട്ട് വിട്ടു. ആ ദൂതൻ വന്ന് ഉറങ്ങിക്കിടന്നവരെ എഴുന്നേപ്പിച്ച് വെച്ച് പറഞ്ഞു, നിങ്ങൾക്കൊരു രക്ഷകൻ പറന്നിരിക്കുന്നു, നിങ്ങൾക്ക് സമാധാനം വന്നിരിക്കുക, നിങ്ങൾക്ക് സന്തോഷമുണ്ടായിരിക്കുക, നിങ്ങളുടെ ഭയമെല്ലാം മാറ്റുക. യേശു ക്രിസ്തുവിന്റെ തിരുപ്പിറവി കൊണ്ട് എന്ത് സംഭവിക്കുമെന്ന് ചോദിച്ചാൽ, ഒന്ന്, മനുഷ്യവർഗത്തിന്റെ ഭയം മാറും. ഇന്ന് രാത്രി ഏതേലും വിഷയത്തിൽ ആരെങ്കിലും ഭയപ്പെട്ടിരിക്കുന്നെങ്കിൽ, അത് രോഗമാകട്ടെ, പീഡകളാകട്ടെ, സാമ്പത്തിക ബുദ്ധിമുട്ടാകട്ടെ, ശാരീരിക വൈകല്യങ്ങളാകട്ടെ, കുഞ്ഞുങ്ങളെ ഓർത്ത്, കുടുംബത്തെ ഓർത്ത്, ജീവിതത്തെ ഓർത്ത്, ഏതെങ്കിലും വിഷയത്തിൽ പൈശാചിക ബന്ധനങ്ങൾ ഓർത്തോ, അല്ലെങ്കിൽ മരണഭീതി ഓർത്ത്, മാറാ ദുഃഖ വ്യാധിയായിരിക്കുക, അതൊക്കെ ഓർത്ത് ആരേലും ഭയപ്പെടുന്നെങ്കിൽ ഇന്ന് രാത്രി യേശു നിന്റെ ഭയം മാറ്റും. പ്രൈസ് ദി ലോർഡ്. യേശു നിന്റെ ഭയം മാറ്റും. ഇന്ന് രാത്രി ഭയം മാറ്റുന്നവനാ ക്രിസ്തു. അതുകൊണ്ട് ചിത്തപ്രമങ്ങളോടെ, ആകുല ചിന്തയോടെ, മരണഭീതിയോടെ ഇന്ന് രാത്രി ആരെങ്കിലും എന്നെ കേൾക്കുന്നെങ്കിൽ, ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ, ഈ രാത്രി നിന്റെ ഭയത്തിന്റെ ആത്മാവിനെ ശാസിച്ച് ഈ രാത്രി യേശു നിന്നെ വിടുവിക്കും. ഹല്ലേലൂയ. ദൈവത്തിന്റെ മകത്ത്. ഇതേ നമ്മുടെ ഈ വീട്ടിലെ അങ്കണത്തിലെ യോഗമല്ലേ, തന്നെയല്ല വെളിയിലോട്ടുള്ളതെല്ലാം കട്ട് ചെയ്തെന്ന് പറയുന്നത് കേട്ട് അല്ലയോ? നമ്മുടെ യോഗമേ കട്ട് ചെയ്യുള്ളൂ. അവൻ്റെ അല്ലാതെ എല്ലാ പോസ്റ്റേലും. അയ്യോ, ഇന്നലെ ഞാനങ്ങോട്ട് കൺവെൻഷൻ കഴിഞ്ഞ് പോയി 11 മണിക്ക് മെച്ച അനത്തുക. 11 മണിക്ക് അനത്തുക. ഒരുത്തനും ഒരു കംപ്ലൈന്റും. ഓരോരുത്തർക്കും ഒരു പ്രശ്നമില്ല. എടാ, ഇത് നിനക്ക് ഗുണം വരുന്ന കാര്യമാ പറഞ്ഞു തരുന്നേ, നിനക്ക് നന്മയുണ്ടാക്കുന്ന. ഇത് അവരുടെ തലയെടുക്കാനുള്ള കാര്യമല്ല പറഞ്ഞു കൊടുക്കുന്നത്. അങ്ങനെ പറയുന്ന സ്ഥലങ്ങളുണ്ട്. വത്സ, പിന്നെ വത്സനല്ലടാ, കുമ്പിളാ വത്സ എന്ന് പറഞ്ഞ അവന്റെ തല വെട്ടിക്കൊണ്ട് പോവാ, ഞാൻ നിന്നിൽ സംപ്രീതനായെന്ന്. ഇത് മറ്റുള്ളവന്റെ തല കൊയ്യാനോ, ജാതി സ്വാർത്ഥ വർദ്ധിക്കാനോ, മറ്റുള്ളവർക്ക് ആരോഗ്യമുണ്ടാക്കാനുള്ള കാര്യമല്ല ഇവിടെ പറയുന്നത്. ഇത് മതം മാറ്റത്തിന്റെ കാര്യമല്ല ഇവിടെ പറയുന്നത്. സഭ മാറുന്ന കാര്യമല്ല പറയുന്നത്. പിന്നെന്താ ഇവിടെ പറയുന്നത്? മനുഷ്യവർഗത്തിന്റെ രക്ഷ. സകല മനുഷ്യനും രക്ഷയുണ്ടാകണം. ഒരു കുഞ്ഞുങ്ങൾ പോലും നശിച്ചു പോകരുത്. മറ്റൊരുത്തനും രക്ഷയില്ല. യേശു ക്രിസ്തു രക്ഷിതാവ്. അപ്പൊ യേശു ക്രിസ്തുവിന്റെ തിരുപ്പിറവിയിൽ സംഭവിച്ചത് മനുഷ്യവർഗത്തിന്റെ ഭയം മാറി. മാത്രമാണ് അവിടെ എഴുതിയിട്ടുണ്ട്, സർവ്വജനത്തിനും ഉണ്ടാകുവാനുള്ള മഹാസന്തോഷം. ഇത് മദ്യം കൊണ്ട് കിട്ടുന്നതല്ല, ലഹരി പദാർത്ഥത്താൽ കിട്ടുന്നതല്ല, മറ്റ് പാപവഴികളിൽ കൂടി പോയാൽ കിട്ടുന്നതല്ല. ഈ സന്തോഷം യേശുവിന്റെ വചനത്താലും യേശുവിനാലും. അതാ നമ്മൾ പ്രശ്നങ്ങളൊക്കെ കൊണ്ട് എന്ത് സന്തോഷത്തോടെ ഇരിക്കുന്നത് എല്ലാവരും നല്ല സന്തോഷത്തോടെ. കാരണം ഇത് അങ്ങനെ സന്തോഷത്തിന്റെ മാർഗമാണ്. ആട്ടെ, ഞാൻ വിവരിക്കുന്നില്ല. അപ്പൊ ഭയം മാറും, സന്തോഷം ലഭിക്കും. മാത്രമല്ല നമുക്കൊരു രക്ഷിതാവിനെയും കിട്ടി. സ്തോത്രം. അപ്പോൾ ഇങ്ങനെ ഈ വാർത്ത അറിയിക്കാൻ സ്വർഗത്തിലെ ദൈവം ആദ്യം ഒരു ദൂതനെ അങ്ങോട്ട് അയച്ചു. ഈ ദൂതൻ എന്ന് പറഞ്ഞാൽ നമ്മളെ പോലെ ഇങ്ങനെ ഓഞ്ഞും ചളങ്ങിയും ഒന്നും ഇരിക്കുന്നതല്ല. നമ്മുടെ ആ ഇരിപ്പ് കണ്ടാൽ ഇപ്പം നമുക്ക് അഡ്മിറ്റ് ആക്കാൻ തോന്നും. ആ നോട്ടവും പരിവക്കോടുള്ള ഇരിപ്പും പഴയ കസാര മടക്കി വെച്ച പോലെ വന്ന് യോഗത്തിന് ഇരിക്കുക.
ദൂതന്മാരങ്ങനൊന്നുമല്ല, ശക്തിയും ബലമേറിയ ദൈവദൂതന്മാരാ. ദൈവം തമ്പുരാൻ ഒരിക്കൽ ഒരു ദൂതനോട് പറഞ്ഞു, നീ അശ്ശൂർ പാളയത്തിലോട്ട് പോകാൻ. അവൻ അങ്ങോട്ട് ചെന്ന് ഒറ്റയാടി 1,85,000. ഒരിക്കൽ ഒരു ദൂതനോട് പറഞ്ഞു, ആ സിംഹത്തിന്റെ ഗുഹയിലോട്ട് ചെല്ലാൻ. അവിടെ കിടന്നവൻ രാവിലെ കയറി രാജാവിനോട് പറഞ്ഞു, രാജാവ്, എനിക്ക് സിംഹങ്ങൾ എനിക്ക് കേടുവരുത്താതിരിക്കാൻ എന്റെ ദൈവം തന്റെ ദൂതനെ വിട്ടു. നിനക്ക് വേണ്ടി ദൈവം ദൂതനെ ഇറക്കും. നിന്റെ കുടുംബത്തിനകത്ത് ദൈവം ദൂതനെ ഇറക്കും. നീ ആരാധിക്കുന്ന സഭയ്ക്ക് ചുറ്റും ദൈവം ദൂതനെ ഇറക്കും. നീ പോകുന്ന വാഹനത്തിൽ ദൈവത്തിന്റെ ദൂതനെ അയക്കും. ഞാൻ നിനക്ക് മുമ്പായിട്ട് എന്റെ ദൂതനെ അയക്കും. ഒരു അനർത്ഥം നിനക്ക് ഭവിക്കത്തില്ല. ഒരു ബാരകം നിന്റെ കൂടാരത്തിൽ അടുക്കത്തില്ല. നിന്റെ കാലിൽ കല്ല് തട്ടിപ്പോകാതിരിക്കേണ്ടതിന് അവർ നിന്നെ കൈകളിൽ വഹിക്കും. അനുഭവിക്കുന്നവർ, വിശ്വസിക്കുന്നവർ ഇന്ന് രാത്രി ദൈവത്തിന് മഹത്വം കൊടുക്കുക. ഇന്ന് രാത്രി ദൈവ ദൂതനെ ഇറക്കുന്ന ദൈവം. ഹല്ലേലൂയ. നീ ഇവിടെ ഇരുന്ന് ആരാധിക്കുമ്പോൾ നിന്റെ കുടുംബത്തിൽ ദൈവം ദൂതനെ ഇറക്കും. നീ ഇവിടെ ഇരുന്ന് ആരാധിക്കുമ്പോൾ നിന്റെ തലമുറയ്ക്ക് ചുറ്റും ദൈവം ദൂതനെ ഇറക്കും. നീ ഇവിടെ ഇരുന്ന് ആരാധിക്കുമ്പോൾ ആമേൻ, ദൈവം നിനക്ക് വേണ്ടി ദൂതനെ ഇറക്കും. ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വം, 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 ദൈവത്തിന് മഹത്വം. അയ്യോ, തിരുവചനം പഠിപ്പിക്കുമ്പോൾ ഇങ്ങനെ സീസരയുമായുള്ള യുദ്ധത്തിൽ, ഞാൻ വേറൊരു മേഖലയിലോട്ട് ദൈവാത്മാവിനെ നടത്തുന്നുകൊണ്ട്, സീസരയുമായുള്ള യുദ്ധത്തിൽ ഇങ്ങനെ വാക്യ, നക്ഷത്രങ്ങൾ പൊരുതി. ദൂതന്മാരുടെ വാസസ്ഥലം നക്ഷത്രമണ്ഡലമാണ്. നക്ഷത്രങ്ങൾ പൊരുതി. അവ സീസരയുമായി സ്വഗതികൾ പൊരുതി എന്ന ആ 5-ാം അധ്യായത്തിന്റെ 14 മുതൽ 17 മുതൽ വായിച്ചേ. 5-ാം അധ്യായത്തിന്റെ പെട്ടെന്ന് 7-5 ദാൻ കപ്പലുകൾക്കരികെ താമസിക്കുന്നത് എന്ത്? അടുത്തത് ആശേർ സമുദ്രതീരത്ത് അനങ്ങാതിരുന്നു. എന്തുവാ പേര്? അമ്മയുടെ പേര് മോനി. ഏത് സഭയില? ഇവിടുത്തെ സഭയില? വീട്ടുപേര് വടക്കേടത്ത്. പെട്ടെന്ന് വായിച്ചല്ലോ, നല്ല തിട്ടമുണ്ടല്ലോ. എന്നിട്ടാണോ ആദ്യം വായിക്കാതിരുന്നേ? നാളെ ഇങ്ങോട്ട് നോക്കാം. നാളെ മോനിയമ്മ മുന്നിൽ വന്നിരിക്കണം. വായിച്ചേ മോനിയമ്മ. ആശേർ സമുദ്രതീരത്ത് അനങ്ങാതിരുന്നു. ആണ്ടതേ നോക്ക്, എത്ര എണ്ണം അനങ്ങാതിരിക്കുന്നു ഇപ്പോഴും. അവനും വന്നിട്ടുണ്ട്. ഇനി അനങ്ങൊന്നും വേണ്ട, നേരം തീർന്നു. അടുത്ത വാക്ക്. തുറമുഖങ്ങൾക്ക് അല്ല, 14 മുതൽ വായിച്ചോ. വന്നവന്റെ എല്ലാം ലക്ഷണം ഒന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതാ. എഫ്രൈമിൽ നിന്ന് അമാലേക്കിൽ വേരുള്ളവരും എന്ന് പറഞ്ഞ അമാലേക്കിന്റെ എഫ്രൈമിന്റെ വേര് അമാലേക്കിൽ ഇറങ്ങി. വേരിറങ്ങിയാ പിന്നെ അനങ്ങാൻ നോക്കുകയല്ലോ കേട്ടോ. അമാലേക്ക് ജഡത്തെ കാണിക്കുന്നതാ. അതുകൊണ്ട് ഇവ യോഗത്തിന് വന്നാൽ കൈയടിക്കത്തില്ല, പാടുകയില്ല, പ്രാർത്ഥിക്കുകയില്ല, ഉറക്കെ ഒരു കല്ലുകളി. വേരിറങ്ങിയെന്ന് ജഡത്തിലേ ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്, ഉറക്ക കൈ അടിക്കരുത്, ശബ്ദം എടുത്തൊന്നും അതിരുമാന്ത. അന്നേരം അണ്ണാക്ക് വെക്കുമല്ലോ. അതിരുമാന്തമ്പളേ അന്നേരം അവിടെ ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് ഒന്ന്. അമ്മായിയമ്മ മെനങ്ങളോട് ഗുസ്തി ഉണ്ടാക്കിക്കേ. അന്നേരം പറയോ, ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്. കൊള്ളാം തള്ള കച്ചമുറി എടുത്ത് അങ്ങോട്ട് കുത്തിവെച്ചാ ഞാനൊന്നും പറയുന്നില്ല. പിന്നെ ഈ ദൈവസന്നിധി വരുമ്പം മാത്രം എന്നാ മിണ്ടാതിരിക്കുന്നേ, ഊമം തെറ്റിയിരിക്കുന്നേ. ചില ആൾക്കാരുണ്ട്, സീനിയർ ആരും മിണ്ടുകയല്ല. പിന്നെ സഭയിലൊക്കെ സീനിയർ ഉണ്ട്. ഓണച്ചാ സീനിയർ എല്ലാം കൂടി ഇങ്ങനെ ടാറ്റ അടിച്ച് സായിബാബായിരിക്കും. എന്തിനാന്നോ? ആട്ടെ, ഞാനൊന്നും പറയുന്നില്ല. നാളെ നിങ്ങൾ വരേണ്ടത് കൊണ്ട് ഞാനങ്ങ് അടങ്ങുക. ആക്കി നാളെ സ്തോത്രം. എബ്രഹീമിൽ നിന്ന് അമാലിയേക്കിൽ വേരുള്ള എബ്രഹീമിന്റെ വേര് അമാലേക്കിൽ ഇറങ്ങിയെന്ന് വിവരിക്കുന്നില്ല. വായിച്ചോ. ബെന്യാമീനെ നിന്റെ പിന്നാലെ നിന്റെ ജനസമൂഹത്തിൽ മാഗീരിൽ നിന്ന് അധിപന്മാരും നായക ദണ്ഡധാരികളും വന്നു. അടുത്ത വാക്യം. ഇസഖാർ പ്രഭുക്കന്മാർ ദബോരിയോടുകൂടെ ഇസഖാർ എന്ന പോലെ അവനും ഭാരാതോട് ചാടി പുറപ്പെട്ടു. അവര് ചാടി പുറപ്പെട്ടു. അടുത്തത് രൂപേന്റെ നീർച്ചാലുകൾക്കരികെ കനമേറിയ. രൂപൻ മൂത്തവനാ, പക്ഷെ അവൻ കണക്ക് കൂട്ടിയ യോഗത്തിന് വരുവുള്ളൂ. ഞാൻ ഈ യോഗത്തിന് പോയാൽ എനിക്ക് എന്നാ ഉണ്ട് ലാഭം? ഞാൻ വണ്ടി എടുത്താൽ ചിലപ്പോൾ മറ്റവരും വണ്ടിയെ കയറാൻ സാധ്യത ഉണ്ട്. അതുകൊണ്ട് ഞാൻ വണ്ടി എടുക്കുന്നില്ല. കണക്ക് കൂട്ടുക. സ്തോത്ര കാഴ്ച ഉണ്ടെങ്കിൽ അത് കഴിഞ്ഞിട്ട് അങ്ങോട്ട് ഇതാ കണക്ക് കൂട്ടുന്നത്.
അഥവാ ഇനി ഇടയ്ക്കാണ് എടുക്കുന്നെങ്കിൽ 10ന്റെ നോട്ട് എങ്ങനെയും സ്തോത്രം. വീട്ടു പ്രാർത്ഥന വെച്ചാൽ ആൾക്കാർ വരുമോ ഇല്ലയോ? വന്നാൽ നമുക്ക് എന്തോ കൊടുക്കണം. ഒരു കാര്യം ചെയ്യാം, ബണ്ണും പഴവും എല്ലാത്തിനും 5-ാം പനിയാന്നോടാ. ബണ്ണും പഴവും വല്ലോടത്തുമൊക്കെ പോയി നല്ല പെരുക്കുമല്ലോ. എന്നെ തോമാച്ചാൻ ഒരു പപ്പറ നാളെ ഉണ്ട്, കേക്കട്ടെന്ന്, ഗുണമാകട്ടെന്ന്. സ്തോത്രം. പിന്നെ ഒരു കാര്യം, എന്നെ ആരും ഫോൺ വിളിച്ച് പറയരുത് ഇങ്ങനെ പ്രസംഗിക്കണോ അങ്ങനെ അതൊക്കെ എനിക്ക് നടത്തിപ്പനുസരിച്ചാണ് പ്രസംഗിക്കുന്നത്. ആരും പറയത്തില്ല. പറഞ്ഞാൽ നിന്റെ പേര് ഞാൻ പറയുകയും ചെയ്യും. നാളെ പറയും. ഇന്ന ആൾ എന്നെ വിളിച്ച് പറഞ്ഞെന്നും പറയും, നമ്പരും കൊടുക്കും. ഇനി പേര് പറഞ്ഞില്ലേ, അത് പൊതുവെ ഞാൻ നമ്പർ പറഞ്ഞു, ഈ നമ്പറിൽ നിന്ന് എന്നെ വിളിച്ചെന്നും പറഞ്ഞു. ദൈവത്തിന് മഹത്വം. ഞാൻ ഞങ്ങളുടെ സഭയിലും പറയാറുണ്ട്, ഒരു വിശ്വാസിയുടെ കുറ്റമോ അവരുടെ എൻ്റെ അടുക്ക വന്ന് പറഞ്ഞാൽ ഞാൻ പൊതുവി പറയും, ഇന്നയാളെ പറ്റി ഇന്ന ദിവസം എന്നോട് പറഞ്ഞെന്ന് പൊതുവി ഞാൻ പറയും. നീ നിന്റെ കാര്യം അങ്ങ് ക്രമീകരിച്ചാൽ മതി. സ്തോത്രം. അതുകൊണ്ട് ഞങ്ങളുടെ സഭയിൽ ഒരു പ്രശ്നവും ഇല്ല. ഞാൻ എന്ത് ഫ്രീ ആണെന്നറിയാമോ? ചില പാസ്റ്റർമാർക്കൊന്ന് തീ തിന്നുക, പറയാമോ പറയാതിരിക്കാവോ, മിണ്ടാതിരി വെപ്പുറാളം കയറിയായിരിക്കും. ദൈവത്തിന് മഹത്വം. അപ്പൊ രൂപേന്റെ നീർച്ചാലുകൾക്കരികെ ഉറങ്ങും. മോനിയമ്മയും കനമേറിയ മനോനിർണയത്തിലിരിക്കുകയാന്ന് തോന്നുന്നു. രൂപേന്റെ നീർച്ചാലുകൾക്കരികെ കനമേറിയ മനോനിർണയങ്ങളുണ്ടാണ്. പിന്നെ ഗിലെയാദ് യോർദാനരികെ പാർത്തു, ദാൻ കപ്പലുകൾക്കരികെ പാർത്തു. അടുത്ത വാക്യം, ആശേർ സമുദ്രതീരത്ത് അനങ്ങാതിരുന്നു. എല്ലാം വിവരിക്കുന്നില്ല. അടുത്തത്, തുറമുഖങ്ങൾക്കകത്ത് പാർത്തുകൊണ്ടിരുന്നു. സെബുലൂൻ പ്രാണനെ ത്വജിച്ച ജനം നഫ്താലി പോർക്കളമേടുകളെ തന്നെ. അടുത്ത വാക്യം, രാജാക്കന്മാർ വന്ന് പൊരുതു, താനാക്കിൽ വെച്ച് മെഗിദ്ദോ വെള്ളത്തിനരികെ വെച്ച് പൊരുതി വെള്ളി അങ്ങവർക്ക് കൊള്ളയായി തീർന്നു. അടുത്ത വാക്യം, ആകാശത്ത് നിന്ന്. അതാ നമ്മുടെ ഞാൻ ചിന്തിച്ചു വന്നത്, ആകാശത്ത് നിന്ന് നക്ഷത്രങ്ങൾ പൊരുതു എന്ന് പറഞ്ഞാൽ ദൈവജനം ദൈവത്തെ ആരാധിച്ചപ്പോൾ അവർക്ക് വേണ്ടി ദൈവം ദൂതനെ ഇറക്കി. താബോർ മലയുടെ മുകളിൽ ദബോരയും നഫ്താലിയുടെ സെബുലൂന്റെ 10,000 പേരും ബാരാക്കും താബോർ മലയുടെ മുകളിൽ കയറി ദൈവത്തെ ആരാധിച്ചപ്പോൾ സ്വർഗത്തിലെ ദൈവം താഴ്വരയിൽ ദൂതനെ ഇറക്കി. നമ്മുടെ പോരിന് ആയുധം ജഡീകമൊന്നുമല്ല. ദൈവത്തിന് മഹത്വം. നീ ആരുടെയും പുറകെ മക്കാലത്ത് പിടിച്ചു നടക്കണ്ട. ഞാനും നീയും മുഴങ്കാലം അടക്കി ആരാധിക്കുമ്പോൾ നമുക്ക് വേണ്ടി ദൈവം ദൂതനെ ഇറക്കും. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. നമുക്ക് വേണ്ടി ദൈവം ദൂതനെ ഇറക്കും. ചരിത്രത്തിലോട്ട് പോകുന്നില്ല. ദൂതൻ 900 ഇരുമ്പരഥവുമായിട്ട് വന്ന സീസറയെയും ഇരുമ്പരഥത്തെയും കുതിരകളെയും ദൂതൻ അങ്ങോട്ടിറങ്ങി കുതിരയരമ്പിന് വെട്ടിയപ്പോൾ കുതിരയരമ്പ് വേദനിച്ച മുറിഞ്ഞ കുതിരയെടുത്ത് കുതിര ചാടിയപ്പോൾ അന്ന് വൽഗിതത്താൽ 22-ാം വാക്യം വായിച്ചേ മോനിയമ്മേ. അന്ന് വൽഗിതത്താൽ കുതിരയുടെ കുതിരമ്പ് വെട്ടി ദൈവദൂതൻ ഇറങ്ങി. ഇന്ന് രാത്രി നമ്മൾ ആർക്കും ഒന്നും ദോഷവും ചെയ്യണ്ട, മറുപടി പറയാൻ പോകണ്ട, എതിർക്കാൻ പോകണ്ട, ഒടക്കൊണ്ടാക്കാനും പോകണ്ട, കൊമ്പ് കോർക്കാനും പോകണ്ട. ഞാനും നീയും ദൈവത്തെ ആരാധിക്കുമ്പോൾ നിനക്ക് വേണ്ടി ദൈവം ദൂതനെ ഇറക്കും. ഹല്ലേലൂയ. ഇടയ്ക്ക് കയറി ഇത്രയും പറഞ്ഞതുള്ള കർത്താവിൻ്റെ തിരുജനന സമയത്ത് ദൈവം ഒരു ദൂതനെ അങ്ങോട്ട് വിട്ടേച്ച് പറഞ്ഞു തിരുപ്പറവി അറിയിക്കാൻ. അതാ ദൂതൻ. ഒന്നുകൂടെ വായിച്ചോ, 2:8. ഒന്നുകൂടെ വായിച്ചോ, ലൂക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായത്തിന്റെ 8-ാമത്തെ തിരുവെടുത്ത് വായിച്ചേ. അന്ന് ആ പ്രദേശത്ത് ഇടയന്മാർ രാത്രിയിൽ ആട്ടിൻകൂട്ടത്തെ കാവൽ കാത്ത് വെളിയിൽ പാർത്തിരുന്നു. ഓടിച്ചു വായിച്ചോ. അപ്പോൾ കർത്താവിന്റെ ഒരു ദൂതൻ. അപ്പൊ ഒരു ദൂതനെ ആദ്യം വിട്ടത്. അടുത്തത് അവരുടെ അരികെ നിന്നു. കർത്താവിന്റെ തേജസ് അവരെ ചുറ്റി മിന്നി. പിന്നെ അവർ ഭയപരവശരായി. ദൂതൻ അവരോട്. അപ്പൊ ഈ ഏകവചനമാ ദൂതൻ. അപ്പോൾ ഈ തിരുപ്പറവി അറിയിക്കാൻ ആദ്യം ദൈവം ഒരു ദൂതനെ അങ്ങോട്ട് വിട്ടു. ഈ ഒരു ദൂതൻ വന്ന് ഈ കാര്യമെല്ലാം പറഞ്ഞോണ്ടിരിക്കുമ്പം സ്വർഗത്തിൽ നിന്ന് ഒരു സംഘം ദൂതനെ വീണ്ടും വിട്ടു. 13-ാം വാക്യം 13. പെട്ടെന്ന് സ്വർഗീയ സൈന്യത്തിന്റെ ഒരു സംഘം
ദൂതനോട് ചേർന്ന് ആ. ദൈവത്തെ പുകഴ്ത്തി. ദൂതനോട് ചേർന്നെന്ന്. ഈ സംഗീത ശുശ്രൂഷയൊക്കെ അങ്ങനെ ചേർന്ന്. ഇപ്പോഴത്തെ മിക്കയിടത്തെയും സംഗീത ശുശ്രൂഷ നമുക്കങ്ങ് സങ്കടം. ഇപ്പൊ പിന്നെ വലിയ ഭയങ്കര റേറ്റ് ഒക്കെ, 2 പാട്ടുമായിട്ട് അങ്ങ് ഇറങ്ങും, 50,000 രൂപയൊക്കെ. ഉള്ള കാര്യമായി പറ. മരണ വീട്ടിൽ ഈ 2 പാട്ട്, കല്യാണ വീട്ടിലും ഈ 2 പാട്ട്, പിന്നെ വ്രതിട്ടാട്ട സമയത്തും ഈ 2 പാട്ട്, സഭായുധത്തിനും വിളിച്ച ഈ 2 പാട്ട്, ജനറൽ കൺവെൻഷനും ഈ 2 മേഖലയ്ക്കും. ഒന്നും മനസ്സിലാവുന്നില്ല. ഭയങ്കര. നിങ്ങൾക്ക് ആർക്കും പിടി കിട്ടുന്നു? നിങ്ങളൊക്കെ കൊടുത്തു വെച്ചിരിക്കുന്നവരല്ലേ. പിന്നെ ഇപ്പൊ പമ്മുന്നത് 2 പാട്ട് ഭയങ്കര. ഇവിടെ നല്ല ദൈവകൃപയിൽ നിന്ന് വർഷങ്ങളായിട്ട് ഗാന ശുശ്രൂഷ ചെയ്യുന്ന എത്രയോ പേരുണ്ട്. അവരും ഇപ്പോൾ ആർക്കും വലിയ താല്പര്യവും ഇല്ലെന്ന്. ഇപ്പോഴത്തെ പുതിയ ഭാഷ ഉണ്ടല്ലോ, എൻ്റെ ന്യൂജൻ. ആട്ടെ, ഞാൻ ഒന്നും പറയുന്നില്ല, പോട്ടെ. ഇവിടെ ഒരാൾ കേട്ട് 2 പാട്ട് പാടാൻ വന്നതിന് 1,00,000 രൂപയാണ് കൊടുത്തത്. ഇവിടെ തൊണ്ട കീറി എത്രയോ കർത്താവിൻ്റെ ദാസന്മാരും ദാസിമാരും പാടുന്നു. എന്നിട്ടും കമ്മിറ്റിക്കാരിന്ന് ഞെരടുക. ഉള്ളതായി പറഞ്ഞു. അല്ലെ, പണ്ടൊരാൾ പറഞ്ഞല്ലോ, വാഴച്ചാരി നിന്നും പെണ്ണുമായിട്ട്. ആട്ടെ, ഇതൊക്കെ എല്ലാം ബിസിനസ്സായി, അത് ഞാൻ വിവരിക്കുന്നില്ല, പോട്ടെ. അപ്പൊ സ്വർഗത്തിൽ ഒരു സംഘം ദൂതന്മാർ. വായിച്ചേ. സംഘം ദൂതനോട് ചേർന്ന്. ഒരു സംഘം. അപ്പോൾ ആദ്യം ഒരു ദൂതനെ അങ്ങോട്ട് വിട്ട് ഈ ജനന വാർത്ത അറിയിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ അറിയിച്ചുകൊണ്ടിരിക്കുമ്പോൾ സ്വർഗത്തിൽ നിന്ന് ഒരു സംഘം ദൂതന്മാർ ഇങ്ങോട്ട് വന്നു. വന്ന് ദൈവത്തെ പുകഴ്ത്തി. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം. ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർ. ഞാൻ ചോദിക്കട്ടെ, ലക്ഷക്കണക്കിന് ദൂതന്മാരാ, ഒരു സംഘമെന്നേ ഉള്ളൂ. ആ ഏരിയയുടെ മണ്ഡലം മുഴുവൻ ദൂതന്മാരെ കൊണ്ട് നിറഞ്ഞു. അവര് ദൈവത്തെ മഹത്വപ്പെടുത്തി സ്തുതിച്ച്. എന്താ? യേശുവിന്റെ തിരുജനനം. ഇന്ന് രാത്രി ഇതുപോലെ ഒരു ജനനം എവിടെയെങ്കിലും നടന്നിട്ടുണ്ടോ? ഇതുപോലെ ഒരു ജനനം ആമേൻ കേട്ടിട്ടുണ്ടോ? എന്താ? ഒന്ന് ആദ്യം ഒരു ദൂതനെ വിട്ടു, കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു സംഘം ദൂതന്മാർ വന്നു. അല്ല, യേശുവിന്റെ തിരുജനനത്തിന് വിശേഷതയുണ്ട്. അട്ടടയാർ കൂട്ടമായി വന്ന നേരം കീറ്റുശീലയിൽ കിടന്ന യേശുദേവ. അട്ടടയാർ കൂട്ടമായി കീറ്റുശീലയിൽ കിടന്ന യേശുദേവ. പട്ടിനുള്ള മൂലവസ്തു സൃഷ്ടി ചെയ്ത ദൈവമേ, ക്ലിഷ്ടമാകിടപ്പും കണ്ടു ഞാൻ നമിക്കുന്നേ സിയോൻ മണവാളനേ. ശ്രീനരപതിയേ സിയോൻ മണവാളനേ. നാശപാത്രമായ ലോകം ആകെയുത്തരിപ്പതിന് കന്യകയിൽ ജാതനായി വന്ന ശ്രീനരപതിയേ സിയോൻ മണവാളനേ. ശ്രീനരപതിയേ സിയോൻ മണവാളനേ. കരമുയർത്തി കർത്താവിന് മഹത്വം കൊടുക്ക. അപ്പോൾ യേശു ക്രിസ്തുവിന്റെ ആദ്യത്തെ പ്രത്യക്ഷത, ഈ ആദ്യത്തെ പ്രത്യക്ഷത എല്ലാവരും ജനിച്ചതുപോലല്ല. അവിടുത്തെ ജനനത്തിന് വിശേഷതയുണ്ട്. എന്താ അവിടുത്തെ ജനനത്തിന്റെ വിശേഷത? 2 വാക്യം വായിക്കണം. 2 വാക്യം നേരമില്ലാത്തത് കൊണ്ട് 1 വാക്യം വായിച്ചാൽ മതി. ഇപ്പം നടത്താം. അപ്പൊ ശ്രദ്ധിക്കുക, ക്രിസ്തുയേശുവിന്റെ തിരുപ്പിറവിയുടെ ഒരു വിശേഷത, ഇത് ഓർക്കാപ്പുറത്ത് മേളിൽ നിന്ന് പൊട്ടി വീണതല്ല. യേശു അങ്ങനെ റബറും കാ പൊട്ടും പോലെ അങ്ങനെ വന്നതല്ല. യേശുവേ അങ്ങനെയൊക്കെ വന്ന ഒത്തിരി എണ്ണമുണ്ട്. എന്നാൽ യേശു ക്രിസ്തു അങ്ങനെ ജനിച്ചതല്ല. പിന്നെ എങ്ങനാ? അവിടുന്ന് ഈ ഭൂമിയിലേക്ക് ജനിക്കുന്നതിന് മുമ്പേ തിരുവഴുത്ത് രേഖപ്പെടുത്തി വച്ചിരിക്കുക.
നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പ്രവാചകന്മാർ മുഖാന്തരം എഴുതി വെച്ചിട്ടുണ്ട്. എങ്ങനെ ജനിക്കും, എവിടെ ജനിക്കും, എന്താ വിശേഷത വായിച്ചോ. ആ റോമാലേഖന 1-ാം അധ്യായത്തിന്റെ 1-ഉം 2-ഉം വാക്യം വായിച്ചേ. ഈ ജനനം എങ്ങനെയുള്ള ജനനമാ? റോമാലേഖന 1-ന്റെ 1-ഉം 2-ഉം. ദൈവം തന്റെ പുത്രനും നമ്മുടെ കർത്താവുമായ യേശുക്രിസ്തുവിനെ ദൈവം തന്റെ പുത്രനും നമ്മുടെ കർത്താവുമായ യേശുക്രിസ്തുവിനെ കുറിച്ച് വിശുദ്ധ രേഖകളിൽ തന്റെ പ്രവാചകന്മാർ മുഖാന്തിരം മുൻകൂട്ടി വാഗ്ദത്തം ചെയ്ത മുൻകൂട്ടി വാഗ്ദത്തം ചെയ്തതാ എന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തു ഈ ഭൂമിയിലേക്ക് ജനിക്കുന്നതിന് മുമ്പേ ഇതെല്ലാം മുമ്പ് കൂട്ടി വാഗ്ദത്തം ചെയ്ത് വെച്ചിരിക്കുക. നമ്മളെ ഉൽപ്പത്തി പുസ്തകത്തിൽ ഒരു പദമുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസവും സഭയെ പറഞ്ഞു ഉൽപ്പത്തിയിൽ ഇങ്ങനെ പാപം ചെയ്ത ആദമിനോട് ഹവ്വായോടും പാമ്പിനോടുമൊക്കെ ദൈവം സംസാരിച്ചപ്പോൾ പാമ്പിനെ ശപിച്ചു, ആദമിനെ ഹവ്വായെയൊക്കെ ആ ശാപവാക്കുകളാണ് കൊടുത്തിരിക്കുന്നത്. അങ്ങനെ വന്ന് പറഞ്ഞ കൂട്ടത്തിൽ സന്തതി സ്ത്രീയുടെ സന്തതി. അപ്പൊ ഇത് ഏത് സ്ത്രീയാന്ന് ഓരോരുത്തർക്കും പിടികിട്ടുന്നില്ല. സ്ത്രീയുടെ സന്തതി എന്ന് പറഞ്ഞാൽ ഭൂമിയിലുള്ള ആർക്കും ആകാം, ഏത് സ്ത്രീക്കും ആകാം. ഈ ഭൂമിയിൽ ജീവിക്കുന്ന സകല സ്ത്രീകളും അതിൽ ഉൾപ്പെടും. അപ്പൊ ഇതേത് രാജ്യത്താ എവിടാ എന്തുവാന്ന് ആർക്കും വലിയ തിട്ടമില്ല. അതുകൊണ്ട് നൂറ്റാണ്ടുകൾ കഴിഞ്ഞപ്പോൾ ദൈവം അത് കുറച്ചുകൂടെ ക്ലിയർ ആക്കി. ഏതാ സന്തതി? ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിൽ സന്തതി, സ്ത്രീയുടെ സന്തതി. അത് നൂറ്റാണ്ടുകൾ കഴിഞ്ഞപ്പോൾ കുറച്ചുകൂടെ ക്ലിയർ ആക്കിയത് വായിച്ചേ. ഉൽപ്പത്തി 22:17 നമുക്കറിവുള്ള വാക്യമാ. ഒന്ന് വായിച്ചോ. ഉൽപ്പത്തി 22:17. ഞാൻ നിന്നെ ഐശ്വര്യമായി അനുഗ്രഹിക്കും, നിന്റെ സന്തതി നിർത്തിക്കേ. ഞാൻ നിന്നെ ഐശ്വര്യമായിട്ട് അനുഗ്രഹിക്കും. എന്നിട്ട് എടുത്തു പറയുക നിന്റെ സന്തതി. അപ്പോൾ ഇത് അബ്രഹാമിനോടാ പറഞ്ഞ്. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിൽ സ്ത്രീയുടെ സന്തതി ഏത് സ്ത്രീയുമാകാം, എവിടെ ആകാം. എന്നാൽ നൂറ്റാണ്ടുകൾ കഴിഞ്ഞപ്പോൾ കുറച്ചുകൂടെ ക്ലിയർ ആക്കി. അത് അബ്രഹാമിനോട് പറഞ്ഞു നിന്റെ സന്തതിയായിരിക്കും. അപ്പോൾ ആ സന്തതി ഉടലെടുക്കുന്നത് അബ്രഹാമിന്റെ വംശത്തിൽ നിന്നാണ്. കുറച്ചു നാൾ കഴിഞ്ഞപ്പോൾ പിന്നെ ദൈവം ക്ലിയർ ആക്കിക്കൊണ്ട് വരിക. ഉൽപ്പത്തി 49:10 അറിവുള്ള വാക്യമാ, വായിച്ചോ. അവകാശമുള്ളവൻ വരുവോളം. അപ്പം അവകാശമുള്ളവൻ വരും. ഇത് ആരോടാ മോനിയമ്മേ പറഞ്ഞേ? മോനിയമ്മേന്നല്ലേ? നല്ല പേര്. ആരോടാ? എന്റെ മോനിയമ്മ 8-ാം വാക്യം യഹൂദയോടാ പറഞ്ഞേ. ദൈവത്തിന് മഹത്വം. നാളെ ഫ്രണ്ടി വന്നിരിക്കണേ. ഇല്ല ഞാൻ കൂടെ ഇങ്ങോട്ട് ഓടി വരേണ്ടി വരും. ഒന്നാമത് എൻ്റെ കാലിനും വേദന. അപ്പൊ നിങ്ങൾ താൻ എന്തിനാ ഇങ്ങോട്ട് ഓടി വരുന്നെന്നായിരിക്കും. അങ്ങനെ അപ്പൊ ശ്രദ്ധിക്കുക. എന്നോട് അങ്ങനെ ഇരിക്കും, തിരിഞ്ഞിരി ഒന്ന് അങ്ങനെ ഇരിക്കുന്നു, നീ ഇങ്ങനെ ഇരിക്കും. എന്തെല്ലാം ബത്തപ്പാടാ എനിക്ക്. ചൊവ്വനെ വരി ഇരുത്തിയേച്ചാ ഈ സുവിശേഷം ഒന്ന് കേൾക്കാം. ഞാൻ കഷ്ടപ്പെടുന്ന ഇരുത്തണം. അപ്പൊ ശ്രദ്ധിച്ചേ. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിൽ സ്ത്രീയുടെ സന്തതി തന്നെ പരാമർശിച്ചു. ഏത് സ്ത്രീയുമാകാം, ഏത് രാജ്യത്തെയാകാം, എവിടെയാകാം. അത് നൂറ്റാണ്ട് കഴിഞ്ഞപ്പോൾ 10,000 കൊല്ലം കഴിഞ്ഞപ്പോൾ ദൈവം അത് ക്ലിയർ ആക്കി. അബ്രഹാമിന്റെ സന്തതി എന്നായിരിക്കും. അപ്പൊ പിന്നെ വേറെ മേഖലയിലോട്ട് പോകണ്ടല്ലോ. അത് കുറച്ചുകൂടെ കഴിഞ്ഞപ്പോൾ അബ്രഹാം, ഇസഹാക്ക്, യാക്കോബ് മരിക്കാൻ നേരത്ത് കാര്യമെല്ലാം പറഞ്ഞത് കൂട്ടത്തിൽ പറയുക. യാക്കോബ് അനുഗ്രഹിച്ച കൂട്ടത്തിൽ 49-ന്റെ 10-ാം വാക്യം ഒന്നുകൂടെ വായിച്ചേ. അവകാശമുള്ളവൻ വരുവോളം. അപ്പൊ അവകാശമുള്ള ഒരുവൻ വരുന്നുണ്ട്. എവിടുന്ന്? 8-ാം വാക്യം യഹൂദയിൽ നിന്ന് വരും. അപ്പൊ ക്ലിയർ ആയി, യഹൂദയിൽ നിന്നായിരിക്കും വരുന്നത്. ദൈവത്തിന് മഹത്വം. ഇനി യഹൂദയിൽ നിന്ന് സന്തതി വരും. അത് കുറച്ചുകൂടെ ക്ലിയർ ആക്കി.
ശമൂവേലിന്റെ 2-ാം പുസ്തകം 7-ാം അധ്യായത്തിന്റെ 12-ാം വാക്യം. ശമൂവേലിന്റെ 2-ാം പുസ്തകം 7:12. നിന്റെ ഉദരത്തിൽ നിന്ന് പുറപ്പെടുവാനിരിക്കുന്ന സന്തതിയെ. മതി തെളിഞ്ഞല്ലോ. നിന്റെ ഉദരത്തിൽ നിന്ന് പുറപ്പെടാനിരിക്കുന്ന സന്തതി. അപ്പോൾ ദാവീദിന്റെ കുടുംബത്തിൽ നിന്നാ വരുന്നത്. ആരോട് പറയാം? സ്തോത്രം. ദാവീദിന്റെ കുടുംബത്തിൽ നിന്നാ വരുന്നത് എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തു ഈ ഭൂമിയിൽ ജനിക്കുന്നതിന് മുമ്പേ തിരുവെടുത്ത് ക്രമപ്പെടുത്തി വച്ചിരിക്കുക. അല്ലാതെ ഓർക്കാപ്പുറത്ത് അങ്ങീന്ന് പൊട്ടി വീണതല്ലെന്ന് ഉള്ള കാര്യം. ദൈവം സാറേ ചുമല് സാറെല്ലാം നോട്ട് ചെയ്യുക. ദൈവം അനുഗ്രഹിക്കുക. കുഴപ്പമൊന്നുമില്ല. ദൈവത്തിന് മഹത്വം. അപ്പോൾ ഈ ദൈവം ഇത് റോമാലേഖനത്തിൽ വായിച്ചത് ഒന്നുകൂടെ വായിച്ചേ മോനിയമ്മേ. റോമാലേഖനം 1:1-2. ദൈവം തന്റെ പുത്രനും നമ്മുടെ കർത്താവുമായ യേശുക്രിസ്തുവിനെ കുറിച്ച് വിശുദ്ധ രേഖകളിൽ തന്റെ പ്രവാചകന്മാർ മുഖാന്തരം. അപ്പൊ ഇത് വിശുദ്ധ രേഖകളിൽ യേശുക്രിസ്തുവിന്റെ തിരുപ്പിറവിയെ പറ്റി കുറിച്ചു വെച്ചിട്ടുണ്ട്. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിൽ സ്ത്രീയുടെ സന്തതിയായിട്ട് വരും. അത് ഏത് സ്ത്രീയിൽ നിന്ന്? 22 വന്നപ്പോൾ അബ്രഹാമിന്റെ കുടുംബത്തിൽപ്പെട്ട ഒരു സ്ത്രീ. അത് പിന്നെയും നൂറ്റാണ്ട് കഴിഞ്ഞപ്പോൾ യാക്കോബിന്റെ മകനാകുന്ന യഹൂദ കുടുംബത്തിൽ നിന്ന് വരും. അത് പിന്നെയും ചില വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ പറയുക ദാവീദിന്റെ കുടുംബത്തിൽ നിന്ന്. ഇനി യെശയ്യാ പ്രവചനം 11:1 വായിച്ചോ. യെശയ്യാവ് 11:1 അറിവുള്ള വാക്യമാ, വായിച്ചോ. ഓനിയമേ, ഞാൻ എന്റെ ഭാര്യയെ കൊണ്ടുവന്ന് വായിക്കാൻ പുള്ളിക്കാരി അങ്ങ് ഒതുങ്ങുക. ആദ്യം പുള്ളിക്കാരിക്ക് ആ മൈക്ക് കൊടുത്ത ഞാൻ മോനിയമ്മ ഒന്ന് വായിക്കട്ടെ എന്ന് ഓർത്ത് തന്നു. വായിച്ചു, ഒന്നുകൂടെ വായിച്ചു. എന്നാൽ ഇശായിയുടെ കുറ്റി എന്തുവാ എത്തി നോക്കുന്ന അമ്മേ? യെശയ്യാവ് 11 അമ്മേ. അപ്പോൾ ഇശായിയുടെ കുറ്റിയിൽ നിന്ന്, ഇശായിയുടെ കുടുംബത്തിൽ നിന്ന്, ദാവീദിന്റെ കുടുംബത്തിൽ നിന്ന്. ദൈവത്തിന് മഹത്വം. ഇനി മത്തായി 1:1 വായിച്ചു. അബ്രഹാമിന്റെ പുത്രനായ ദാവീദിന്റെ പുത്രനായ. തെളിഞ്ഞല്ലോ. ഇത് തിരുവെടുത്ത് നേരത്തെ എഴുതി ക്രമപ്പെടുത്തിയതാ. യേശുക്രിസ്തുവിന്റെ ജനനം. ദൈവത്തിന് മഹത്വം. ഞാൻ പ്രസംഗത്തിന്റെ മുഖവരെ വന്നോളൂ. എന്നോട് പറഞ്ഞ സമയമായി. നമുക്ക് നാളെ ചിന്തിക്കാം. മതി, നാളെ സഭായൊക്കെ ഉള്ളതല്ലേ. ഞാൻ പ്രസംഗിച്ചാൽ നിങ്ങൾ മിക്കവരും ഇരുന്ന് കേൾക്കും. പിന്നെ ഈ പാസ്റ്റർമാരും ഒക്കെ എന്നോട് കൊമ്പ് കോർക്കും. ചെന്നിട്ട് എന്തെല്ലാം കാര്യമുള്ള അയാൾ ഇതിനെല്ലാം ഇവരാന്നേ സഭയിൽ വന്നൊരു കാര്യം ചെയ്യാത്തവരുമുണ്ട് ഇതിനകത്ത്. ചിലരുണ്ട് നന്നായിട്ട് ചെയ്യുന്നവർ. ചിലർ ആ സമയത്ത് തന്നെ 10:30 ആകുമ്പോൾ ഇങ്ങനെ ചെങ്ങാടൻ ചെല്ലും പോലെ ചെല്ലുന്ന കാണാം. പിന്നെ അപ്പം ഇവരാ കഷ്ടപ്പെടുന്നത്. അതുകൊണ്ട് നിങ്ങളെയും കൂടെ പരിഗണിച്ച് ഇന്നിപ്പം നിർത്തുക. ബാക്കി നാളെ വരുമോ? നോക്ക്. പണ്ടൊരാൾ പറഞ്ഞു ഒത്ത ഓടിടാ ഇല്ലേ ഓലയിടാന്ന് പറഞ്ഞ പോലെ നമുക്ക് നാളെ ഒന്നിച്ചു കൂടാം. യേശുക്രിസ്തുവിന്റെ തിരുപ്പിറവി എല്ലാവരുടെയും തിരുപ്പിറവി പോലെയല്ല. അവിടുന്ന് ജനിക്കുന്നതിന് നൂറ്റാണ്ടുകൾക്ക് മുമ്പേ ക്രമപ്പെടുത്തി വെച്ചിരിക്കുക. ഒന്ന്, സ്ത്രീയുടെ സന്തതി കുറച്ചുകൂടെ ക്ലിയറാക്കി. അബ്രഹാമിൻ്റെ കുടുംബത്തിൽപ്പെട്ട സ്ത്രീയുടെ സന്തതി കുറച്ചുകൂടെ ക്ലിയറാക്കി. അത് യാക്കോബിൻ്റെ കുടുംബത്തിൽ നിന്ന് കുറച്ചുകൂടെ ക്ലിയറാക്കി. യഹൂദ ഗോത്രത്തിൽ നിന്ന് കുറച്ചുകൂടെ ക്ലിയറാക്കി. ദാവീദിൻ്റെ കുടുംബത്തിൽ നിന്ന്. ദൈവത്തിന് മഹത്വം. ആ നസറയൻ ഇന്ന് രാത്രി നമ്മുടെ നടുവിലുണ്ട്. കരമുയർത്തി ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്തുകയെ. ആ പഴയ പാട്ട് എല്ലാവർക്കും കൂടെ അറിയാവുന്ന പാട്ടാ. ചേർന്നങ്ങ് പാടി ഇന്ന് രാത്രി പിരിയ. ദേവസുതൻ പശുശാലയിൽ നടനായി അവതരിച്ചതു വെറും കഥയോ. ദേവസുതൻ പശുശാലയിൽ കൈയടിച്ച് ചേർന്ന് അവതരിച്ചതു വെറും കഥയോ.
ചെറുഭവനവും ലഭിച്ചതില്ലെന്നോ കൈയടിച്ച് ചേർന്ന് ചെറുഭവനവും ലഭിച്ചതിൽ എന്നോ ദൈവ കരുണയും ധനമാഹാത്മ്യം നവാൽവന്യമോ ദൈവ കരുണയും ധനമാഹാത്മ്യം പരമസമ്പന്നനി തരണിയിലേതും ദരിദ്രനായി തീർന്നു സമനസാ പരമസമ്പന്നനി തരണി കൈയടിച്ച് ചേർന്ന് ദരിദ്രനായി തീർന്നു സമനസാ നിരുപമ പ്രഭയാനി പഴം തുണി ധരിച്ചതു ചെറിയ സംഗതിയോ നിരുപമ പ്രഭയാനി അവൻ പഴം തുണി ധരിച്ചതും ചെറിയ സംഗതിയോ ദൈവ കരുണയും ധനമാഹാത്മ്യം നവാൽവന്യമോ ദൈവ കരുണയും ധനമാഹാത്മ്യം അനുദിന മനവധി അനുഗ്രഹഭാരം അനുഭവിച്ചൊരു ജനമവന് അനുദിന മനവധി അനുഗ്രഹഭാരം അനുഭവിച്ചൊരു ജനമവന് കനിവൊരു നൽകിയ കഴുമരം ചുമപ്പതു കാണി കനിവൊരു കണികയും ചേർന്ന് പാടാം ഈ കഴുമരം ചുമപ്പതു കാണി ദൈവ കരുണയിൽ ധനമാഹാത്മ്യം നവാൽവന്യമോ ദൈവ കരുണയിൽ ധനമാഹാത്മ്യം ദേവസൂതൻ പശുശാലയിൽ അവതരിച്ചതു വെറും കഥയോ ദേവസുതൻ പശുശാലയിൽ നരനായി അവതരിച്ചതു വെറും കഥയോ ഭുവനമൊന്നായി ഒരു ചെറുഭവനവും ലഭിച്ചതില്ലെന്നോ ഭുവനമൊന്നായി ലഭിച്ചതില്ലെന്നോ ദൈവ കരുണയിൽ ധനമാഹാത്മ്യം നവാൽവന്യമോ ദൈവ കരുണയിൽ ധനമാഹാത്മ്യം കരമുയർത്തി ഹല്ലേലൂയ പാടാം. ഒരിക്കൽ കൂടി ഹല്ലേലൂയ പാടാം. ഇതുവരെയും കേട്ടിരുന്ന എല്ലാവർക്കും നന്ദി. ദൈവം അനുവദിച്ചാൽ നാളെ നമുക്ക് ഒന്നിച്ചു കൂടാം. നാളെ ഒരപേക്ഷയാണ്, ഇച്ചിരി നേരത്തെ തുടങ്ങി. എനിക്ക് 7 മണിക്ക് സമയം തരണം. അതും അപേക്ഷയാണ്. 2 മണിക്കൂർ പറയും, കുറയത്തില്ല, കൂടുകയുള്ളൂ. പിന്നെ ബാക്കി കാര്യമൊക്കെ നേരത്തെ നടത്തിക്കണം. പിന്നെ നാളെ എനിക്ക് നന്ദിയൊന്നും പറയണ്ട. ചിലക്ക് അങ്ങ് ചടങ്ങ, കർത്താവിൻ്റെ ദാസന് സമയം, പിന്നെ വേറെ എന്നാ പണിയാ ഇതല്ലാതെ. കർത്താവിൻ്റെ ദാസന് സമയമൊന്നും ഈ പണിക്കല്ലേ ഇറങ്ങിയേ.